The nation comes first. Your men come second. And you come last. ആർമി നേവി എഫേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷയാണ്. നമ്മൾ 36 വർഷം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരിക്കലും ആ പരീക്ഷ വരില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരാഴ്ചയായിട്ട് അവിടെ കിടക്കുന്ന ഡെഡ് ബോഡി ഇപ്പോൾ ഈ സൈസ് ആയിരിക്കും. 20 വയസ്സുള്ള 18 വയസ്സുള്ള ഡൈവേഴ്സ് ആയിരിക്കും. അവർക്ക് ഈ ബോഡിയെ എടുത്തിട്ട് ഇനി ഒറ്റയടിക്ക് വേണ്ടി വരാൻ പറ്റില്ല. അവർ 40 മീറ്റർ വന്നിട്ട് ഈ ബോഡിയെ പിടിച്ചുകൊണ്ട് 5 മിനിറ്റ് നിൽക്കണം അക്ലിമറ്റൈസ് ചെയ്യാൻ. എക്സ്ക്യൂസ് മീ ഇതിനകത്ത് തോന്നും. ഞാൻ വെച്ചിട്ട് ഫീമെയിൽ എവിടെ നിന്ന് തോന്നുന്നു ഇതിനകത്ത്? കാര്യം അന്ന് ഫീമെയിൽസ് ഇല്ല നേവിയിൽ. ഞാനാകെ പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെള്ള യൂണിഫോം വിട്ട് ഒരു സബ് ലെഫ്റ്റനന്റ് പുറത്തിറങ്ങി വന്നു. ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെയുള്ള സാധനം അതൊരു ഓപ്പറേഷണൽ നെസസിറ്റി ആണോ? ഓപ്പറേഷണൽ എഫിഷ്യൻസി ആര് വന്നാലും മീറ്റ് ചെയ്യുമെങ്കിൽ നോ പ്രോബ്ലം. അന്ന് രാത്രി നമ്മളെ ഇതെല്ലാം കഴിയുമ്പോൾ ട്രക്കുകളിൽ കയറ്റി ഏതെങ്കിലും ഒരു മലകളിൽ കൊണ്ടുപോയിടും. നമുക്ക് അറിഞ്ഞുകൊണ്ട് എവിടെയാണെന്ന്. അന്നേരം നമ്മുടെ ഒരു 10-25 കിലോയുടെ വെയിറ്റ് നമ്മുടെ സാധനങ്ങളുണ്ട്, ഒരു 4.5 കിലോയുടെ ഒരു റൈഫിളുണ്ട്, പിന്നെ എല്ലാവരുടെ കയ്യിലും മാപ്പുണ്ട്. അന്ന് പലരും എന്നോട് ചോദിക്കുമായിരുന്നു, ഞങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ഞങ്ങളെ ഇഷ്ടമല്ലെന്നാണെന്നല്ലോ. ഈ കമ്പാർട്ട്മെൻറ്റിൽ സെയിലേഴ്സ് ഉണ്ടായിരുന്നു. ഈ 2 ഓഫീസേഴ്സ് പോയിട്ട് സെയിലേഴ്സിനെ ഇറക്കി. അവരതിനകത്ത് കയറി അടച്ചു. എന്നിട്ട് എൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞു, സർ റെഡി. ക്യാപ്റ്റൻ ആ ഗ്യാസസ് ഇൻസേർട്ട് ചെയ്തു. സബ്മറീൻ രക്ഷപ്പെട്ടു. അവർ 2 പേരും മരിച്ചു. ഇന്നിപ്പോൾ 62 വയസ്സുണ്ട്. എനിക്ക് നടുവയ്യ, മുട്ടുവയ്യ, കാലുവയ്യ, കഴുത്ത് വയ്യ, എല്ലാതും വേദനകളുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ആ 17 വയസ്സുണ്ടായിരുന്ന ആ 40 കിലോമീറ്റർ ഓടിയ ആളാണ്. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു അവർ ഷോ. ഇന്ന് ഇൻ ഫോക്കസിൽ നമ്മളോടൊപ്പം ഉള്ളത് കമോഡോർ ജി പ്രകാശ് NM. ഹി ഈസ് എ റിലേറ്റീവ് ആസ് വെൽ. അപ്പോൾ ആ പേരിൽ ഞാൻ കുറച്ച് ലിബർട്ടീസ് എടുക്കാൻ പോവുകയാണ്. സോ വെൽക്കം ടു അവർ ഷോ. ഒത്തിരി സന്തോഷം സമയം കണ്ടെത്തിയതിന്. ഹി ഈസ് റെയർലി ഇൻ വൺ പ്ലേസ്, ഗോയിങ് അബൌട്ട് ദ ഹോൾ കൺട്രി, ഗിവിംഗ് ലെക്ചേഴ്സ്, ടോക്സ്. സോ ഒരു പ്രൊഡക്ഷൻ ഹൗസും കൂടി നടത്തുന്നുണ്ട്. സോ വെൽക്കം ടു അവർ ഷോ സർ. കമോഡോർ ജി പ്രകാശ് ഹാസ് ബീൻ സീക്കിംഗ് എയർ ഓപ്പറേഷൻസ് ഓഫീസർ. നേരത്തെ ടെർമിനോളജി സീക്കിംഗ് ഒബ്സർവർ എന്നായിരുന്നു, ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഇറ്റ് ഈസ് സംതിങ് വെരി സ്പെഷ്യൽ ഓൺലി വിത്ത് നേവീസ് ഓഫ് ദ വേൾഡ്. ഏത് ലോകത്തുള്ള ഏത് നേവിയിലായാലും കടലിന് മുകളിൽ ഫ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് കാര്യമാണ്. അപ്പോൾ പൈലറ്റ്സ് ഇൻ ദ നേവി ഫിസിക്കലി ഫ്ലൈ ദ എയർക്രാഫ്റ്റ്, സ്പീഡ്സ്, ഹൈറ്റ്സ്, അത് അവർ ഫ്ലൈ ചെയ്യുന്ന ആൻഡ് അറ്റ്യൂഡ് അവർ ഫ്ലൈ ചെയ്യുന്നു. പക്ഷെ അവർക്ക് ആ വിമാനം ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാനുള്ള സമയമില്ല. കാര്യം ഒരു കപ്പൽ പോലെയാണ് ഒരു മൾട്ടി റോൾ ഹെലികോപ്റ്റർ. ഒരു കപ്പലിന് ചെയ്യാൻ പറ്റുന്ന എല്ലാം അതിനകത്തുണ്ട്. റേഡാർ, സോണാർ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ്, മിസൈൽസ്, ടോർപിഡോസ്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു ഓടിക്കുന്ന ആളിന് ചെയ്യാൻ പറ്റില്ല. സോ യു നീഡ് ടു ഹാവ് സംബഡി എൽസ് ഓൾസോ ഇൻ ദ എയർക്രാഫ്റ്റ്. അങ്ങനെയാണ് നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസേഴ്സ് ഉള്ളത്. ദേ യൂസ് ഓൾ ദിസ്, ദേ ആക്ച്വലി ഫൈറ്റ് യൂസിങ് ദ എയർക്രാഫ്റ്റ്. ആൻഡ് എല്ലാ വിമാനങ്ങൾക്കും ഒരു കപ്പലിനുള്ള പോലെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റൻ വിമാനത്തിൻ്റേത് ഈ പൈലറ്റ്സും നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ട് ആരാണോ സീനിയർ മോസ്റ്റ് ഇൻ ദി നേവി, ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദി എയർക്രാഫ്റ്റ്. അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ കുറേ പേര് അവിടെ ഇരിപ്പുണ്ട്. നമ്മളെല്ലാവരും ആർമി, നേവി, എയർഫോഴ്സിനെ കുറിച്ച് കേൾക്കുമെങ്കിലും പൊതുവേ ഒരു ജനറൽ പബ്ലിക്കിൽ ഒത്തിരി ലാക്ക് ഓഫ് നോളജ് ഉണ്ട്. സോ ഈ ഒരു കോൺവെർസേഷൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേമാൻ ലെവലിൽ എന്നെപ്പോലെ ഫോഴ്സസിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണോന്നില്ല. ഞാൻ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ഒരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു ഡീമെസ്റ്റിഫൈ ദ ഫോഴ്സസ് എന്ന് വേണമെങ്കിൽ പറയാം, അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് ഈ ഒരു കോൺവെർസേഷൻ്റെ ഉദ്ദേശം എൻ്റെ മനസ്സിൽ. ഞാൻ ഒരു സീക്രട്ട് പറയാം. സാറിനോട് ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്തു കുറേ വലിയ കാര്യങ്ങൾ സാറ് പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് അവിടേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മുടെ ലെവലിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നമുക്കൊന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ശ്രമിക്കാം നോക്കൂ സർ. എപ്പോഴും ഇല്ലേ ഒരു കെലാമിറ്റി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാർ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫോഴ്സസിനെ കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞ പെഹൽഗാം അറ്റാക്സിനും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഒരു ലെവലിൽ നമുക്കൊരു അലാം ബെൽ അടിച്ച ഒരു സമൂഹത്തിൽ. ഈ ഫോഴ്സസിനെ കുറിച്ച് ആൾക്കാരിൽ ഉള്ള തെറ്റിദ്ധാരണകൾ അകത്തിരുന്നുകൊണ്ട് എന്തൊക്കെയാണ് സാറ് മനസ്സിലാക്കിയത് ഒരു മലയാളി എന്ന നിലയ്ക്ക്? ഞാൻ ഒരു 2009 മുതൽ ജേർണലിസ്റ്റിന് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഡിഫൻസ് കറസ്പോണ്ടൻസ് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അത് ജേർണലിസ്റ്റ് ഒരു 3-4 വർഷത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവർ കുറച്ചൊരു ഇൻ്റർവ്യൂ ചെയ്ത് ഒരു ചെറിയ പരീക്ഷയൊക്കെ നടത്തിയിട്ട് അവരൊരു 10-40 പേരെ ചൂസ് ചെയ്യും.
എല്ലാ വർഷവും ഒരു മാസത്തെ കോഴ്സ് ചെയ്യാനായിട്ട്. അതിൽ 10 ദിവസം ആർമി, 10 ദിവസം നേവി, 10 ദിവസം എയർഫോഴ്സിൻ്റെ കൂടെ അവർ കൊടുക്കും. യെസ്, 10 ദിവസം ശരിക്കും ഒന്നുമല്ല. അവരെ 2009 മുതൽ ഈ 2024 വരെ എല്ലാ വർഷവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം 100 കണക്കിന് ജേർണലിസ്റ്റ് എൻ്റെ ഫോണിലുണ്ട്, എൻ്റെ കോൺടാക്ട്സ് ആണ്. പക്ഷേ ഒരു ഫോർമലായിട്ടൊരു കോഴ്സ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടും അവരെ കൊണ്ടുപോയിട്ട് ആർമി, നേവി, എയർഫോഴ്സിൻ്റെ പല ഭാഗങ്ങളും പ്രായോഗികമായി കാണിച്ചിട്ടും എന്നിട്ടും ഓരോ സംഭവം കഴിയുമ്പോഴും നമ്മളോട് ബേസിക് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. എന്തൊക്കെ? അതായത് സ്റ്റാർട്ടിങ് ഫ്രം സിമ്പിൾ റാങ്ക് സ്ട്രക്ചർ, ഒരു സിമ്പിൾ ടെർമിനോളജീസ്, സിമ്പിൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഇതൊന്നും അതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യം ഇല്ല. അത് കാരണം പലപ്പോഴും പല ന്യൂസിലും റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ഫാക്ച്വൽ എറേഴ്സ് കാണും. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എടുക്കാതെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ യൂണിഫോം പീപ്പിളുണ്ട്, നോൺ യൂണിഫോം പീപ്പിളുണ്ട്. അതിനെ ചിലപ്പം മിക്സ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും. ഒരു യൂണിഫോമിൽ ഒരാൾ ഇത് എങ്ങനെ ചെയ്തു എന്ന്. അത് യൂണിഫോമിൽ ആയില്ല. അത് ശരിക്കും നോക്കി കഴിയുമ്പോൾ അത് റോങ് റിപ്പോർട്ടിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഒരു ലാക്ക് ഓഫ് നോളജ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇത് കാരണം ഞാൻ ഒരിക്കലും ഒരാളിനോട് സജസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു ആം ഫോഴ്സസ് ആൻഡ് ഡിഫൻസ് മിഡ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് മാത്രം ഞാൻ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ഞാൻ ആൻസർ പറഞ്ഞു. കാര്യം ക്വസ്റ്റ്യൻസ് പോലും ഉണ്ടാക്കാനുള്ള ചിലപ്പോൾ അതിന് ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ ആം ഫോഴ്സസിനെ കുറിച്ച് ശരിക്കും അവയർനെസ് ഒരു സ്കൂൾ ലെവൽ പോലെ തുടങ്ങണം. അത് അല്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അത് ആം ഫോഴ്സസിനായിട്ട് വേണ്ട, നമുക്ക് നാഷണൽ സെക്യൂരിറ്റി, അത് കൺട്രിയുടെ എസെൻഷ്യൽ തിങ്സ് ലൈക്ക് വാട്ട് ആർ ദ ഓഷ്യൻസ്, വാട്ട് ഈസ് ലാൻഡ്, ഈ അങ്ങനെ ചില ബേസിക്സ് ഓഫ് ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ഇതെല്ലാം ഒരു ഫോക്കസ് ചെയ്ത് എഡ്യൂക്കേഷൻ തുടങ്ങിയില്ലെങ്കിൽ ഒരു സ്റ്റേജ് വരുമ്പോൾ ജേർണലിസ്റ്റിനേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അതിന് വേണ്ട നെസസറി നോളജ് കാണില്ല. അല്ല, ജേർണലിസം മാത്രമല്ല, വരികയാണ്. സോ ദി ജേർണലിസ്റ്റ്, ഡിഫൻസ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഫോക്കസ് ചെയ്ത് വന്ന ഒരു ഗ്രൂപ്പാണ്. അവർക്ക് പോലും ഈ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ മനുഷ്യരെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ നമ്മളിപ്പം ഇപ്പം പെഹൽഗാമിൻ്റെയും നടന്നു കഴിഞ്ഞപ്പോൾ ഞാനും ടി വിയിൽ 2 പ്രാവശ്യം അപ്പിയർ ചെയ്തതാണ്. നമ്മളുടെ ഒരു സാധാരണ നമ്മൾ ഒരു ലോ ലെവൽ ഫൈറ്റിലേക്ക് അതിനെ റെഡ്യൂസ് ചെയ്യും. അടിക്കാമോ, അവരെ അടിക്കാം, അവരെ നമുക്ക് തീർത്ത് കളയാം. അപ്പോൾ അതൊരു സിമ്പിൾ ഫൈറ്റ് അല്ല, ഇത് വളരെ കോംപ്ലക്സ് ടോപ്പിക്കാണ്. ഒരു എൻറ്റയർ രാജ്യം വേറൊരു രാജ്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പരിണാമം ഒരു 2 ദിവസത്തെ യുദ്ധമാണെങ്കിലും ചിലപ്പോൾ 10 വർഷം നമ്മൾ പുറകോട്ട് പോയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, ഇത് വളരെ സീരിയസ് കാര്യങ്ങളാണ്. 10 വർഷത്തെ 10-25 വർഷം ഭാവിയിലെ ഫുൾ ടോൺ സെറ്റ് ചെയ്യാണ്, കംപ്ലീറ്റ് സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതിന് ഒരു റെസ്പോൺസിബിൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഈ ഒരു ഫീൽഡ് വേണമെങ്കിൽ അതിന് നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കരിക്കുലത്തിൽ കൂടെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് ഒരിക്കലും വരില്ല. കാരണം കുട്ടികൾ എങ്ങും ഡിഫൻസ് ഫോഴ്സസിനെ കുറിച്ച് പഠിക്കുന്നില്ല. ഇന്ത്യൻ നേവി, ആർമി, എയർഫോഴ്സ് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല. ഇതിനകത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ചുള്ള അറിവുള്ളൂ. ഇപ്പം ഞാൻ ഐ ഹാവ് ബീൻ ഇൻ ദ നേവൽ ഫോഴ്സസ് ആസ് എ പൈലറ്റ്സ് വൈഫ് ഓൾമോസ്റ്റ് 20-22 ഇയേഴ്സ്. പക്ഷെ എന്നാൽ തന്നെ നമുക്ക് തന്നെ അറിയാൻ മേലാത്ത കാര്യങ്ങളുണ്ട്. ഇത്രയും സീക്രസിയുടെ ആവശ്യം എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം റെലവെന്റ് ആണോ ഫ്രം സിവിൽ സൊസൈറ്റി? സീക്രസി അല്ല ശരിക്കും. ഞാൻ പറയാം, ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു ഈ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട്. യു മേ റിക്കോൾ ഞങ്ങൾക്ക് കൊച്ചായിരുന്നു സ്കൂളിലായിരുന്നപ്പോൾ ഈ വാർ കോമിക്സ് വരുമായിരുന്നു. അത് സെക്കൻഡ് വേൾഡ് വാറിലെയും ഫസ്റ്റ് വേൾഡ് വാറിലെയും കഥകളെ സീരിയലൈസ് ആക്കിയിട്ട് നല്ല കോമിക് ബുക്സ് വരുമായിരുന്നു. അത് കൊച്ചുകുട്ടികൾ വായിക്കുമായിരുന്നു. അത് വായിക്കുന്നതിന് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് ടെർമിനോളജീസ് നമുക്ക് മനസ്സിലാവുമായിരുന്നു. ലൈക്ക് ഒരു ആർമിയുടെയോ ഒരു നേവിയുടെയോ എയർഫോഴ്സിൻ്റെയോ ആണെങ്കിൽ അതിൻ്റെ ഡിവിഷൻസ്, അതെങ്ങനെയാണ് അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒരു സ്ക്വാഡ്രൻ എന്നൊരു വാക്ക് പോലും, ഒരു വിമാനം, ഒരു മിസൈൽ, ഒരു ഗൺ, ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു ഗണ്ണും ഒരു ഹവിറ്റ്സറും. ഗൺ എന്ന് പറഞ്ഞാൽ നേരെ ഫ്ലാറ്റായിട്ട് ദൂരെ ഫയർ ചെയ്യുന്നു. ഹവിറ്റ്സർ എന്ന് മലയുടെ മേളിക്കൂടെ അപ്പുറത്തോട്ട് ഫയർ ചെയ്യുന്നു. ഓക്കെ, ട്രാജക്ടറിയുടെ വ്യത്യാസമാണ്. ഇതൊക്കെ ഒരു കോമിക് വായിക്കാൻ മനസ്സിലാവുന്നേ ഉള്ളൂ കൊച്ചുകുട്ടികൾക്ക്. അത് ഞങ്ങൾ വായിച്ചാണ്. വി വർ ലക്കി. കാര്യം 70s ആ ഒരു കോമിക്സിന് ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒത്തിരി അത് വായിച്ചാണ്. എനിക്കറിയാവുന്ന പലരും ഞാൻ ഒന്നുമില്ല സൈനിക സ്കൂളിൽ പഠിച്ചു, അത് കാരണം ഇതിനെക്കുറിച്ചൊരു ബേസിക് അവയർനെസ് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സിവിലിയൻ ഫ്രണ്ട്സ് പലരും ഉണ്ട് കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വരാത്തവർ. അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് നല്ല നോളജ് ആയിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ എൻ്റെ ഒരു കോമിക് ബുക്കിൽ കൂടെ പോലും ഇതിൻ്റെ എക്സ്പോഷർ ഇല്ല. അത് കാരണം നാച്ചുറലി ഇങ്ങനെ സംഭവിക്കും, അവയർനെസ് വളരെ കുറവായിരിക്കും. പക്ഷേ ഇതൊരു സീക്രസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാം, ഇപ്പം ഞാൻ സർവീസിൽ 36 വർഷം ഉണ്ടായിരുന്നു. ഞാൻ എത്രയോ ആൾക്കാരെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്നു, ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെടുന്നു, അവിടെ ഇവിടെയും പരിചയപ്പെടുന്നു. അവരുടെ ക്രെഡൻഷ്യൽസ് ഓക്കെ ആണെന്ന് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ കൊണ്ടുപോയി കപ്പലുകൾ കാണിക്കുമായിരുന്നു, അവരെ കൊണ്ട് സബ്മറീൻ കാണിക്കും, വിമാനം കാണിക്കും, അതെല്ലാം കാണിക്കുമായിരുന്നു. കാര്യം അത്
എൻ്റെ ഒരു പേഴ്സണൽ ബിലീഫായിരുന്നു ഇത് എല്ലാ ടാക്സ് പെയറിൻ്റെ എല്ലാവരുടെയും പ്രോപ്പർട്ടിയാണ്, രാജ്യത്തുള്ള എല്ലാവരുടെയും പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് എല്ലാവരും കണ്ടിരിക്കണം. പിന്നെ അവർക്കൊരു അഷുറൻസ് വേണം, നമ്മളുടെ പൈസ വെച്ച് ഉണ്ടാക്കിയ സാധനം ആരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു, അവർ കമ്പീറ്റൻ്റ് ആണ്, അവരതിനെ ലവ് ചെയ്യുന്നു, അതിനെ കെയർ ചെയ്യുന്നു, അവർ ട്രെയിൻ ചെയ്യുന്നു, അതിനെ ഉപയോഗിക്കാൻ അവർ റെഡി ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വേണം. അതുകൊണ്ടുണ്ടെങ്കിലേ ശരിക്കും ഒരു രാജ്യത്ത് അത് ഫുൾ സെറ്റായിട്ടിരിക്കുന്നുള്ളൂ. ഞാൻ എത്രയോ സ്ട്രേഞ്ചേഴ്സിനെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു പേഴ്സണൽ ട്രെയിറ്റ് ആണ്, എല്ലാവരും അങ്ങനെ ചെയ്യില്ല. പക്ഷേ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. പക്ഷെ അതിന് ഒരു കാരണമുണ്ട്. എൻ്റെ ഒരു ലെക്ചറുണ്ട്, എൻ്റെ പല ലെക്ചറുകളിൽ ഒന്നാണ് ദി ആം ഫോഴ്സസ് ആൻഡ് യു, അങ്ങനെ തന്നെ ഒരു ലെക്ചറുണ്ട്. പക്ഷേ കോളേജസുകളിലും സ്കൂളുകളിലും ചില കോർപ്പറേറ്റിലൊക്കെ ഞാനത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബിഗിനിങ്ങിൽ ഞാൻ ഒരു സ്ലൈഡ് കാണിക്കും, ഒരു PPT സ്ലൈഡ്. ആകെ ഒരു തോക്ക്, നത്തിങ് എൽസ്, പഴയ തോക്ക്, മസ്കറ്റ് എന്ന് പറയും, ഒരു നീണ്ട ബാരലുള്ള ഒരു മസ്കറ്റ്. ഞാൻ പറയും ഇത്ര ഞാൻ എഴുതുള്ളൂ, മസ്കറ്റ് ദ വില്ലൻ, ഇത്ര എഴുതും. എന്താണ് ഈ മസ്കറ്റ് വില്ലനായത്? ഉപകരണങ്ങൾ വരുന്നതിന് മുമ്പ്, ആയുധങ്ങൾ വരുന്നതിന് മുമ്പ് ആരായിരുന്നു ആർമി? സാധാരണക്കാരായിരുന്നു ആർമി. രാജാവിന് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതെല്ലാം ഇട്ടിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ജീവനോടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് ഒഴുകുക. പക്ഷേ ഒരു ദിവസം ആയുധം വന്നു. ആയുധം എന്നുള്ള സാധനത്തിന് ഞാനൊരു സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഗണ്ണിനെ എടുക്കുന്നത്, മസ്കറ്റിനെ എടുക്കുന്നത്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഈ രാജാവ് വിളിച്ച ഉടനെ കിളയ്ക്കുന്ന പോലെ നിർത്തിയിട്ട് ഈ തോക്കെടുത്തോണ്ട് പോകാൻ പറ്റില്ല. അതിന് ഫയറിംഗ് പ്രാക്ടീസ് വേണം, അതിന് ട്രെയിനിങ് വേണം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു. അത് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ സാധാരണ ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പതുക്കെ ഇവർ ഇത് ഉപയോഗിക്കുന്നവർ ശക്കലം മാറ്റി. അപ്പോൾ ഒരു രാജ്യം അഭിവൃദ്ധി ഇല്ലാതിരിക്കുന്നു, അതായത് പട്ടിണിയിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലിരിക്കുമ്പോഴാണ് മറ്റൊരു ശത്രു രാജ്യത്തിന് ആക്രമിക്കാൻ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ശോഷിച്ചിരിക്കുന്ന രാജ്യത്തിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഈ തോക്കുകളും ഒക്കെ ഉപയോഗിച്ച് ഈ രാജ്യത്തിനെ സംരക്ഷിക്കേണ്ടവർക്കും അവരും പട്ടിണിയായിട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ രാജാവിന് അടുത്ത ആവശ്യം വന്നു, ഇവർക്ക് ആഹാരം കൊടുക്കണം, മറ്റുള്ളവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് കൊടുക്കണം. അങ്ങനെ സ്ലോലി ഈ സൊസൈറ്റിയിൽ നമ്മൾ എന്നുള്ള ആർമി അവർ എന്നായി, ആ ഒരു ഡിഫറൻസ് വന്നു. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ പോലും നടത്തേണ്ടി വരുന്നത്. പക്ഷേ അതിന് കുഴപ്പമൊന്നുമില്ല, അതൊരു പരിണാമം, ട്രാൻസ്ഫോർമേഷൻ്റെ പാർട്ടാണത്, നടക്കും. പക്ഷേ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ആ അണ്ടർസ്റ്റാൻഡിങ്. കാര്യം ഈ ജനതയിൽ നിന്ന് തന്നെയാണ് ഈ ആർമി ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് ഏറ്റവും വലിയൊരു മാറ്റം ഒരു സിവിൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു ജനറൽ പോപ്പുലേഷൻ്റെ ടുവേഴ്സ് ഫോഴ്സസ് കണ്ടിട്ടുള്ളത്? നമ്മൾ ഓൺ ദി സർഫേസ് വളരെ ഹീറോ വർഷിപ്പും ഒരു ഹൈ പെഡസ്റ്റലിൽ നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നുള്ള ഒരു നരേറ്റീവൊക്കെ അത് കേൾക്കാറുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡെയിലി മീഡിയ കാണുകയാണെങ്കിൽ അല്ല പല റിപ്പോർട്ട്സും കാണുകയാണെങ്കിൽ പലരും അവരെ ഇൽ ട്രീറ്റ് ചെയ്യുന്നതും പല സ്ഥലത്തും അവർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ലോയിൻ്റെ പ്രൊട്ടക്ഷൻ അവരുടെ ഫാമിലിക്കോ അവരുടെ പ്രോപ്പർട്ടിക്കോ ഇല്ലാതെ വരുന്നു. പല ആൾക്കാരും വളരെ നേരെയല്ലാത്ത മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ലോയൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർക്ക് എഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം കാണുന്നു. അപ്പം ഒരു സൈഡിൽ ഒരു ഹീറോ വർഷിപ്പും നിങ്ങളാണ് എല്ലാം, നിങ്ങൾ കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. വേറൊരു സ്ഥലത്ത് വേറൊരു ആംഗിളിൽ അവരെ തന്നെ വിക്ടിമൈസ് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഡൗട്ടാണ്, ശരിക്കും എന്താണ് സ്റ്റേറ്റസ് എന്ന്. ആ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ ലെക്ചേഴ്സിൽ പറയാറുണ്ട്, ഓഡിയൻസിനോട് പറയാറുണ്ട്, ഈ ആർമി നേവി എയർഫോഴ്സ് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ടീമോ ഒന്നുമല്ല. കമോൺ എന്ന് ചിയർ ചെയ്യുമ്പോൾ ഫൈറ്റ് ചെയ്യാനായിട്ട്, റൈറ്റ്? നമ്മൾ കേൾക്കുന്ന പോലും ആരും ഒന്ന് ഷൗട്ട് ചെയ്യുന്നത്. നമ്മളുടെ ജോലി ചെയ്യാണ്, ആ ജോലി കൃത്യമായിട്ട് ചെയ്യുക. അതിന് ആരുടെയും സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാൻ സുനാമി 2004 സുനാമി നടന്നു. ഞാൻ ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റനായിരുന്നു അന്ന് ബോംബെയിൽ, INS താരാഗിരി എന്ന് പറഞ്ഞ ഫ്രിഗേറ്റിൻ്റെ. അപ്പോൾ എന്നെ അവിടെ ഈ സുനാമി റിലീഫ് വർക്കിന് ഗോളിൽ വിട്ടു. അവിടെ ഞങ്ങൾ 14-15 പേരുണ്ടായിരുന്നു. ആർമിയിലെ 2 കമ്പനീസ് ഉണ്ടായിരുന്നു, മദ്രാസ് റെജിമെൻറ്റിൻ്റെ, മദ്രാസ് സാപ്പേഴ്സിൻ്റെ. അവരെ എൻ്റെ കീഴിലാക്കി. ഞാനായിരുന്നു അവിടെ ഓവറോൾ കമാൻഡർ. ശ്രീലങ്കയിൽ ഗോൾ എന്ന് പറഞ്ഞ ഏരിയയിൽ 15 വർഷം വർക്ക് ചെയ്തു. നമ്മുടെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു കാണും. രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം കൊളംബോയിൽ ഒരു ഗാർഡ് ഓഫ് ഓണർ എടുക്കുന്നു. അന്നേരം ഒരു ശ്രീലങ്കൻ നേവിയുടെ ഗാർഡ് ഓഫ് ഓണറാണ്. ഒരു സെയിലർ അയാൾ രാജീവ് ഗാന്ധി പാസ് ചെയ്ത് കഴിയുന്ന ഉടനെ റൈഫിൾ എടുത്തിട്ട് തലക്കടിച്ച് കൊല്ലാൻ ട്രൈ ചെയ്യുന്നു. ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. പക്ഷേ അദ്ദേഹം ഈ കണ്ണിൻ്റെ സൈഡിൽ കൂടെ അത് കാണുന്നു, പെരിഫറൽ വിഷനിൽ അത് കാണുന്നു, അത് ഡക്ക് ചെയ്യുന്നു, പിന്നെ ഷോൾഡറിലാണ് അടി കിട്ടുന്നത്. ഈ സെയിലർ ഇത് കഴിഞ്ഞിട്ട് നാച്ചുറലി ജയിലിൽ പോയി. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹം ഇലക്ഷന് നിന്നു, മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവാൻ.
അത് പുള്ളിക്ക് ടിക്കറ്റ് കൊടുത്തത് ഈ ഗോൾ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള പാർട്ടിയാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങളവിടെ പോയി. ഞങ്ങളിവിടെ 1200 പേർക്ക് ഞങ്ങൾ സുനാമി റിലീഫിനുള്ള അവർക്കൊണ്ടുള്ള വീടുകളുണ്ടാക്കി, വീടല്ല താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി, കിച്ചൺ, ടോയ്ലറ്റ്സ്, നമ്മൾ ഒത്തിരി വർക്ക് ചെയ്തു. അന്ന് പലരും എന്നോട് ചോദിക്കുമായിരുന്നു, ഞങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ഞങ്ങളെ ഇഷ്ടമല്ലെന്നാണെന്നല്ലോ, അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്? അത് അവിടുത്തെ പൊളിറ്റിക്കൽ നെറേറ്റീവായിരുന്നു. ആ നെറേറ്റീവ് വെച്ചിട്ടാണ് ആ ഒരു മനുഷ്യന്, രാജീവ് ഗാന്ധി അടിച്ച മനുഷ്യന് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവാനുള്ള ടിക്കറ്റ് കിട്ടിയത്. ഓക്കെ. അപ്പോൾ അവർ ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾ നമ്മളെ ഇഷ്ടമല്ലെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഈ ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അന്ന് എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആൻസർ ഉണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ആൻസർ ഇതായിരുന്നു, സ്ഥിരായി ആം ഫോഴ്സസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ യാതൊരു ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഫോഴ്സാണ് ഞങ്ങൾ, ആർമിയോ നേവിയോ എയർഫോഴ്സോ. നിങ്ങളെ വന്ന് ഉമ്മ വെക്കാൻ വന്നാൽ ഞാൻ വന്ന് ഉമ്മ തരും, നിങ്ങളെ വന്ന് 2 അടി തരാൻ പറയാൻ ഞാൻ വന്ന് 2 അടി തരും. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. റൈറ്റ്? ആബ്സൊല്യൂട്ട്ലി ന്യൂട്രൽ. ഓക്കെ. അപ്പോൾ അതാണ് ശരിക്കും ആം ഫോഴ്സസ്. ആം ഫോഴ്സസ് ഇസ് സപ്പോസ് ടു ബി നമ്മളുടെ ഓൾ ട്രെയിനിങ് ആൻഡ് ഓൾ എക്വിപ്പിംഗ്, അതെല്ലാം യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ സുനാമി റിലീഫ് എന്ന സാധനം യുദ്ധത്തിൽ പഠിപ്പിച്ചിട്ടില്ല നമ്മളെ. നമ്മുടെ കപ്പൽ ഒരൈറ്റമില്ല അത് ചെയ്യാനായിട്ട്. ആർമി നേവി എഫേഴ്സ് പറഞ്ഞാൽ അതൊരു പരീക്ഷയാണ്. നമ്മൾ 36 വർഷം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരിക്കലും ആ പരീക്ഷ വരില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഇംപെൻഡിങ് വാർ ആണെങ്കിൽ, അതെ. ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം ഡോക്ടറാകും പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് പേഷ്യൻസ് വേണം, അസുഖം വേണം, രോഗാണുക്കൾ ഇല്ലാതാവില്ലേന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു ഡോക്ടർ പഠിക്കാൻ പോകുന്നില്ല. അതൊരു ശരിക്കും ഒരു മൈൻഡ് സെറ്റിൻ്റെ കാര്യം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 17-18 വയസ്സിൽ പല ആൺകുട്ടികൾ, ഇപ്പം പെൺകുട്ടികളുണ്ട് ഇന്ത്യയിൽ പോകുമ്പോൾ ഒന്നും അറിയാത്ത ഒരു പ്രായത്തിൽ നിന്നാണ് അവരവിടെ നിന്ന് വളർന്ന് ഓഫീസേഴ്സായിട്ട് അവരവിടെ നിന്ന് പുറത്ത് വരുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിൽ ഏറ്റവും വലിയ എന്താണ് ശരിക്കും വരുന്ന ട്രാൻസ്ഫോർമേഷൻ? കാരണം എനിക്കറിയാം, പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഇപ്പം എനിക്ക് എൻ്റെ ഭാഗ്യത്തിന് എനിക്കൊരു പ്രീ നാഷണൽ ഡിഫൻസ് അക്കാഡമി, അത് കഴക്കൂട്ടം സൈനിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു വലിയൊരു സമുദ്രം ഉണ്ടായിരുന്നു 8 വർഷം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷേ എൻ്റെ കൂടെ വന്ന പലർക്കും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. അവരോട് സിവിലിയൻ സെറ്റ് ഒത്തിരി പേര് വന്നു. ഓക്കെ. അതിലൊരു ശതമാനം ഓടിച്ചു. അടുത്ത 1-2 മാസത്തിൽ തന്നെ അവർ തിരിച്ചു ഓടിക്കും. അവർ ഓടും, തിരിച്ചു വരില്ല. പിന്നെ എന്താ സംഭവിച്ചത് അവർക്ക് മനസ്സിലാവില്ല. അത്ര ടഫാണത്. അപ്പോൾ അന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ അൺറിലൻഡിങ് റുട്ടീനാണ്. രാവിലെ 5 മണി മുതൽ ഒരു വൈകിട്ട് രാത്രി ഒരു 10-10:30 വരെ ഒഫീഷ്യലി അൺറിലൻഡിംഗ്ലി എല്ലാ ദിവസവും 3 വർഷം ഇങ്ങനെയാണ് പോണത്, ഒരു ബ്രെത്തും ഇല്ലാതെ. ഓക്കെ. അതിനിടയ്ക്ക് ചില എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് ജോഷ് റൺ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ 3 പ്രാവശ്യം ക്യാമ്പ് ഉണ്ട്. ആ ക്യാമ്പിൽ ഈ 6 ടേമിൽ 3 പ്രാവശ്യം ക്യാമ്പുണ്ട്. അന്ന് 10 ദിവസം നമ്മളെ കൊണ്ടുപോയിട്ട് പൂനെക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും മലകളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. അത് രാവിലെ മുതൽ രാത്രി വരെ, രാത്രി മുതൽ രാവിലെ വരെയും കണ്ടിന്യൂസ് ആക്ടിവിറ്റീസാണ്. ഒരു ദിവസം ക്യാമ്പ് ഫയർ ഉണ്ട്. നമ്മൾ ക്യാമ്പ് തീരാൻ പോവാണ്. പക്ഷേ ആ ക്യാമ്പ് ഫയറും അന്നത്തെ ഡാൻസിങ്ങും പാട്ടും നല്ല കഴിക്കാനുള്ള ആഹാരമൊക്കെ അത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ടോർച്ചറിൻ്റെ തുടക്കമാണ്, അതിൻ്റെ പ്രീകർസറാണ്. അന്ന് രാത്രി നമ്മളെ ഇതെല്ലാം കഴിയുമ്പോൾ ട്രക്കുകളിൽ കയറ്റി ഏതെങ്കിലും ഒരു മലകളിൽ കൊണ്ടുപോയിടും. നമുക്ക് അറിഞ്ഞുകൊണ്ട് എവിടെയാണെന്ന്. അന്നേരം നമ്മുടെ ഒരു 10-25 കിലോയുടെ വെയിറ്റ് നമ്മുടെ സാധനങ്ങളുണ്ട്, ഒരു 4.5 കിലോയുടെ റൈഫിളുണ്ട്, പിന്നെ എല്ലാവരുടെ കയ്യിലും മാപ്പുണ്ട്. 10-17 വയസ്സുള്ള ആൺപിള്ളേരാണ് എന്ന് കരുതുക. ഇതാണ് റിയാലിറ്റി. 17-18. അപ്പോൾ ആക്ച്വലി അന്നത്തെ ഇപ്പം എൻ്റെ ബോഡി വെയിറ്റ് അന്നൊരു 38 കിലോ കണ്ടായിരുന്നു. അതായത് ഞാൻ 38 കിലോ ഉള്ള ഞാനാണ് 25 കിലോ പൊക്കി എടുത്ത് നടക്കണ്ടേ, ദാറ്റ് കൈൻഡ് ഓഫ് വെയിറ്റ്. എന്നിട്ട് രാവിലെ മുതൽ നമ്മൾ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങണം. 45 കിലോമീറ്റർ ഓട്ടം കോമ്പറ്റീഷനാണ്. അതൊരു ഗ്രൂപ്പായിട്ടാണ്. അത് ഈ മാപ്പ് നോക്കിയിട്ട് പല മലകളിലും കയറി അവിടെ നിന്ന് ഒരു ടോക്കൺ വാങ്ങിച്ച് അങ്ങനെ വാങ്ങുന്ന പോവാൻ. പിന്നെ ഒരു ലേക്കും ഇല്ല നീന്തി കിടക്കാൻ. ഇല്ല, അതിനകത്തില്ല. ഭാഗ്യത്തിന് അതില്ലായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ആരെങ്കിലും വീഴുകയാണെങ്കിൽ ആംബുലൻസ് ഒന്നുമില്ല, അവരെ എടുത്തോണ്ട് ഓടണം. അങ്ങനെ എടുത്തോണ്ട് ഓടുമ്പം പറ്റില്ല. അതിന് 2 തൊഴി കൊടുക്കാമെങ്കിൽ എത്ര വയ്യാത്ത ആളും എഴുന്നേറ്റ് ഓടും, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഓടിയാണ് വന്ന് നമ്മൾ 45 കിലോമീറ്റർ ഓടി വന്നൊരു കോമ്പറ്റീഷനാണ്. തീർന്നു. ഇന്ന് ചോദിക്കാം, ഇന്ന് ഇതിനുകൊണ്ട് എന്ത് ഗുണമുണ്ടായിരുന്നു? അതാണ് ധന്യയുടെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. ഓക്കെ. അതിൻ്റെ ഗുണം ഇതായിരുന്നു. ഇന്നിപ്പോൾ 62 വയസ്സുണ്ട്. എനിക്ക് നടുവയ്യ, മുട്ടുവയ്യ, കാലുവയ്യ, കഴുത്തുവയ്യ, എല്ലാതും വേദനകളുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ആ 17 വയസ്സുണ്ടായിരുന്ന ആ 40 കിലോമീറ്റർ ഓടിയ ആളാണ്. ഇതിലും ഏറ്റവും ഒരു വലിയ പാഠം ഇതും കൂടിയാണ്. നമ്മുടെ മനസ്സാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല.
ഒന്നുമില്ല. അപ്പം നമ്മൾ മനസ്സിൽ ഒരു അജയ്യത, ഒരു ഇൻവിൻസിബിലിറ്റി, അതാണ് അവർ നമുക്ക് തന്നുവിടുന്നത്. കാര്യം അതാണ് ഫണ്ടമെൻ്റൽ. അടുത്ത 35 വർഷം 36 വർഷം നമ്മുടെ സർവീസിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ അതാണ്. എന്തും ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് അതാണ് തരുന്നത്. ഏറ്റവും അധികം മനസ്സിൽ തട്ടിയ ഒരു ആക്ട് ഓഫ് വാലർ നമ്മുടെ കൗണ്ടർ പാർട്സ് ആയിരിക്കാം, സെയിലേഴ്സ് ആയിരിക്കാം, ആരെങ്കിലും നിന്ന് കൺമുന്നിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? അപ്പാർട്ട് ഐ മീൻ നമ്മളുടെ അനുഭവങ്ങളല്ലാതെ വേറൊരു വ്യക്തിയെ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? There are plenty. There is 2014 നമ്മളുടെ ഒരു സബ്മറീൻ വെള്ളത്തിനടിയിലായിരുന്നു. അതിൻ്റെ സിന്ധു രക്ഷക് ഐ തിങ്ക്. അതിനകത്ത് ഒരു ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൽ പോയ്സണസ് ഗ്യാസസ് കൂടി. ആ സബ്മറീൻ അന്ന് അത് അൺകൺട്രോൾഡ് ആയിരുന്നെങ്കിൽ അത് എക്സ്പ്ലോഡ് ചെയ്തേനെ. 2 ഓഫീസേഴ്സ്, ഇലക്ട്രിക്കൽ ഓഫീസേഴ്സ്, ഇതിനെ കെടുത്തണമെങ്കിൽ, ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഈ കമ്പാർട്ട്മെൻറ്റിന് അകത്ത് പോയിട്ട് ഈ കമ്പാർട്ട്മെൻറ്റ് അകത്തുനിന്ന് അടച്ചിട്ട് ക്യാപ്റ്റനോട് പറയണം, സർ ഇനി ഇനേർട്ട് ഗ്യാസസ് ഇതിനകത്തോട്ട് പമ്പ് ചെയ്യാൻ പറ്റുമെന്ന്, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. പക്ഷേ ഇതിനകത്ത് ആരെങ്കിലും പോയേ പറ്റുള്ളൂ. ഈ കമ്പാർട്ട്മെൻറ്റിൽ സെയിലേഴ്സ് ഉണ്ടായിരുന്നു. ഈ 2 ഓഫീസേഴ്സ് പോയിട്ട് സെയിലേഴ്സിനെ ഇറക്കി, അവരതിനകത്ത് കയറി അടച്ചു. എന്നിട്ട് എൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞു, സർ റെഡി. ക്യാപ്റ്റൻ ആ ഗ്യാസസ് ഇൻസേർട്ട് ചെയ്തു, സബ്മറീൻ രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരും മരിച്ചു. ഓക്കെ, നമ്മൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുന്ന 3 ലൈൻസ് ഉണ്ട്. ദ നേഷൻ കംസ് ഫസ്റ്റ്, യുവർ മെൻ കം സെക്കൻഡ്, ആൻഡ് യു കം ലാസ്റ്റ്. റൈറ്റ്? ദിസ് ഈസ് ദ എസെൻസ് ദാറ്റ്സ് ഡ്രിവൻ ടു യു. ഈ NDAയുടെ ഒരു പ്രെയർ ഉണ്ട്. ആ പ്രെയർ 1981 ഫെബ്രുവരി 4 മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയാണ്. 3 വർഷം പറഞ്ഞു. അത് ഒരു നീണ്ട കാര്യമാണ്. ഞാൻ ജസ്റ്റ് അത് ഇന്നും ഞാൻ നാച്ചുറലി പ്രിപ്പയർഡ് അല്ല. ഞാൻ ഇപ്പോഴും വരുന്നുണ്ട് പറയാം ഇവിടെ. ഇറ്റ്സ് ഓ ഗോഡ് ഹെൽപ്പ് us to keep ourselves physically strong, mentally awake and morally straight, that in doing our duty to the end of our country we may keep the honor of the service untarnished, strengthen our country from external aggression and internal disorders, awaken our admiration for honest dealing and clean thinking, and guide us to choose the harder right to the ensure the easier wrong, kindle our hearts with fellowship to be. goes like that. ഇപ്പോൾ ഈ ഒരു സാധനം ഇൻഡോക്ട്രിനേഷൻ ആയിരുന്നു. ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം പിന്നെയും പറഞ്ഞ് നമ്മളെ അകത്തേക്ക് ഇങ്ങനെ കയറ്റുക. ഇതിൻ്റെ ഗുണമാണ്? എന്നെങ്കിലും ഇത് പഠിച്ച 10,000-ങ്ങളിൽ ഒരാളെങ്കിലും ഒരു സിറ്റുവേഷനിൽ അറിയാതെങ്കിലും സബ്കോൺഷ്യസ്ലി ഈ പ്രെയർ കാരണം ഈ ടേക്സ് ദ ഹാർഡർ റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഈസിയർ റോങ്, then it has found its place. Right? So probably officers like this were acting ആ ഒരു സ്പിരിറ്റിൽ, ആ മൊമെൻറ്റിൽ വേണ്ടിയിരുന്ന സാക്രിഫൈസ് അവർക്ക് ചെയ്യാൻ പറ്റി. ദാറ്റ്സ് എൻ അമേസിങ് സ്റ്റോറി. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ അടുത്തറിഞ്ഞത് കേരളത്തിലെ 2018 ഫ്ലഡ്സിൻ്റെ സമയത്താണ്. നമ്മൾ കണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് എല്ലാവരും ഒന്നിച്ച് പല സിറ്റുവേഷൻസിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തിയതും അതിൻ്റെ കഷ്ടപ്പാടും അതിലുള്ള ടെക്നീക്കും സ്കില്ലും എല്ലാം നമ്മൾ അടുത്തറിഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് പെട്ടെന്ന് മനസ്സിൽ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ, വേർ യു ഫെൽറ്റ് എക്സ്ട്രാ ഓർഡിനറി ഇൻ്റലിജൻസോ സ്കില്ലോ കറേജോ യൂസ് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്ത്? there are plenty of incidents. Again ഒരു സബ്മറീൻ സ്റ്റോറിയാണ്. എഗൈൻ എ സബ്മറീൻ സ്റ്റോറി. ഒരു സബ്മറീൻ കടലിൽ അവർ സർഫേസ് ചെയ്തിരിക്കുകയായിരുന്നു. 2014-ലോ 15-ലോ എങ്ങാണ്ടാണ് സംഭവം. വീണ്ടും അന്നേരം കാര്യം അത് പൊങ്ങി വന്നിട്ട് അതിന് എന്തോ ഒരു വർക്ക് അതിൻ്റെ മേളിൽ ചെയ്യണമായിരുന്നു. പക്ഷേ കടൽ ഭയങ്കര ഇളകി കിടക്കുകയായിരുന്നു. അപ്പോൾ കപ്പൽ ഇങ്ങനെ മൂവിയാണത്. അപ്പം ഇതിൽ നിന്ന് 6 സെയിലേഴ്സ് വെള്ളത്തിൽ പോയാൽ അവർക്ക് ഇതൊന്നും കണക്ഷനൊന്നുമില്ല. അവരെ റെസ്ക്യൂ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ സബ്മറീൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് ക്യാപ്റ്റൻ കഴിഞ്ഞാൽ അടുത്ത ആൾ, ഹീ ജംപ്ഡ് ഇൻ ടു ദ സീ. അയാൾ 6 പേരെയും രക്ഷിച്ചു. പക്ഷേ അയാൾ മരിച്ചുപോയി. ആ അന്നേരം ക്യാപ്റ്റൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾ അദ്ദേഹമാണ് അവിടെ നിൽക്കുന്നത്. പുള്ളിക്കാട്ടി പ്രായം കുറഞ്ഞ എത്രയോ പേരാണ് പോയിരിക്കുന്നത്. വെള്ളത്തിൽ പോയിരിക്കുന്ന പേരും അവർ പോലും പുള്ളിക്കാട്ടി പ്രായം കുറഞ്ഞവരാണ്. പക്ഷേ ഒന്നും ആലോചിക്കാതെ ജമ്പ് ചെയ്യാണ് എടുക്കാൻ. വേറൊരു കഥ ഞാൻ പറയാം. ഈ ടോക്ടേ എന്ന് പറഞ്ഞ ഇത് വന്നപ്പോൾ, നമ്മുടെ ചുഴലിക്കാറ്റ് വന്നപ്പോൾ ഒക്കെ നമ്മുടെ കോവിഡിൻ്റെ സമയത്തായിരുന്നു അത്. അന്ന് ബോംബെ ഒരു റിഗിൽ നിന്ന് കുറേ പേര് മരിച്ചുപോയൊക്കെ ചെയ്തു. ഓക്കെ, ആൻഡ് എക്സ്ട്രീംലി ടഫ്. ആ സ്റ്റോമിനിടയ്ക്ക് നേവിയുടെ ഷിപ്പുകൾ പോയിട്ട് ആൾക്കാരെ റെസ്ക്യൂ ഒക്കെ ചെയ്തു. അതൊരു വലിയ സംഭവമാണ്. പക്ഷേ അതിനിടയ്ക്ക് ഒരു ഹെലികോപ്റ്ററും പോയിരുന്നു, ഒരു സീക്കിംഗ് ഹെലികോപ്റ്റർ. ഓക്കെ, ആ സീക്കിംഗ് ഹെലികോപ്റ്ററിൽ
അപ്പം നമ്മൾ സീക്കിങ് ഹെലികോപ്റ്ററിൽ നിന്ന് ഏത് ഹെലികോപ്റ്ററിൽ നിന്നായാലും ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഒരാളിനെ പിക്കപ്പ് ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്ട്രോപ്പ്, അത് നമ്മൾ ഈ ഫ്ലഡിനൊക്കെ ഒത്തിരി കണ്ടാണ് കേരളത്തിൽ, ആ സ്ട്രോപ്പ് താഴോട്ടിരുന്നു. ആ സ്ട്രോപ്പിനകത്ത് വേണം നമ്മൾ തന്നെ കയറിയിട്ട് തംസപ്പ് കൊടുക്കുമ്പോഴാണ് മേളിൽ നിന്ന് വെഞ്ച് വലിക്കുന്നത്. അഥവാ ഈ കിടക്കുന്ന ആളിന് തന്നെത്താനെ അതിൽ കയറാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ ഒരു ഡൈവർ താഴെ പോകണം. ഡൈവർ ഇതിൽ താഴെ പോയിട്ട് ഡൈവർ ഇദ്ദേഹത്തിനും അറ്റാച്ച് ചെയ്തുകൊണ്ട് വേണം ഒന്നിച്ച് പൊങ്ങാനായിട്ട്. ഈ ഡൈവറിനും അഥവാ ഇയാളെ കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഈ വിമാനം എന്ന് പറഞ്ഞാൽ ഈ ചുഴലിയുടെ കാറ്റിൻ്റെ സമയത്തൊക്കെ ഒരു പോയിന്റിന് മേളിൽ നിർത്താമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ലോ, എക്സ്ട്രീംലി ടഫാണ് പൈലറ്റ്സിന്. ഓക്കെ, അപ്പോൾ ചിലപ്പം വെറും കയ്യെത്താത്ത ദൂരത്തായിരിക്കും ആ മനുഷ്യൻ കിടക്കുന്ന വെള്ളത്തിൽ, അദ്ദേഹത്തിന് എടുക്കാനും പറ്റുന്നില്ല. ഈ ഡൈവർ സ്റ്റോപ്പ് വിടില്ല. അപ്പം എങ്ങനെയെങ്കിലും ഈ ഡൈവറിനെ അയാളുടെ അടുത്ത് എത്തിക്കാനാണ് പൈലറ്റ് ട്രൈ ചെയ്യുന്നത്. എന്നാൽ പൈലറ്റിന് ഡയറക്റ്റ്ലി കാണാനും വയ്യ. അപ്പോൾ വേറൊരാൾ നോക്കിക്കൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇടത്തോട്ട് മുമ്പോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതും ചുഴലിക്കാറ്റിനിടയ്ക്ക്. പക്ഷേ അതിനിടയ്ക്കും ഒരു ഡൈവർ ഈ സ്റ്റോപ്പ് വിട്ടു. കാര്യം അയാൾക്ക് എങ്ങനെയെങ്കിലും ഇയാളെ പിക്കപ്പ് ചെയ്ത് എടുത്തുള്ളൂ. ആ ഡൈവർ ചെയ്താണ്. ഡൈവർ ഇറങ്ങി, ഡ്രൈവർ അയാളെ പിടിച്ചു. പിന്നെ ഭാഗ്യത്തിന് ആ വിമാനം ആ സ്റ്റോപ്പ് കൊണ്ടുവന്നു. ആ ഡൈവറിനെ അത് പിടിക്കാൻ പറ്റി. അത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഡൈവറും മരിച്ചു പോയനെ. ശരിക്കും ഈ അൺസങ് ഹീറോസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ഡൈവേഴ്സ് ആണല്ലേ. എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് അവർ വെള്ളത്തിലേക്ക് ചാടുന്നതും രക്ഷപ്പെടുത്തുന്നതും പലവരെയും. ചിത്ര 2008 ഒരു ചിത്രകൊണ്ട ട്രാജഡി എന്ന് പറഞ്ഞ ട്രാജഡി ഉണ്ട്. 38 പോലീസുകാരെ നക്സൽസ് വെടിവെച്ച് കൊന്നൊരു കഥ. അതെന്താ വെച്ചാൽ ഈ മൽക്കാൻഗിരി എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, ഒറീസയുടെ സദൻ മോസ്റ്റ് ഡിസ്ട്രിക്റ്റ്. അവിടെ മലകളാണ്. അവിടെ ഒരു തടാകമുണ്ട്. ആ സ്ഥലത്തിനാണ് ചിത്രകൊണ്ട എന്ന് പറയുന്നത്, ചിത്രകൊണ്ട റിസർവോയർ. അവിടെ നക്സൽസ് ഉണ്ട്. ഈ നക്സൽസ് വർക്ക് ചെയ്യുന്നത് ഈ ആന്ധ്രാപ്രദേശിലും കൂടിയാണ്. അത് കാരണം ആന്ധ്രാപ്രദേശിന് ഗ്രേ ഹൗണ്ട്സ് പോലീസ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഫോഴ്സ് ഉണ്ട്. ഈ ഗ്രേ ഹൗണ്ട്സ് പോലീസ് സ്ഥിരമായിട്ട് അവിടെ പോയി പെട്രോൾ ചെയ്യും. അവരെ വെടിവെക്കുവർ. അന്ന് വിശാഖപട്ടണം എയർപോർട്ട് ഞാൻ കമാൻഡിങ് ഓഫീസറായിരുന്നു. അപ്പോൾ ഞങ്ങൾ 90 കിലോമീറ്റേഴ്സ് ദൂരെ ഞാനാണ് ഹെലികോപ്റ്റേഴ്സ് വിട്ട് ഈ വെടി കൊണ്ട് പോലീസുകാരെ കൊണ്ടിരുന്നൊക്കെ. 2008 ഇങ്ങനൊരു പോലീസ് പാർട്ടി 38 പേര് അവിടെ ഒരു പെട്രോളിങ്ങിന് പോയി. അവർ ഒരു ചെറിയൊരു അബദ്ധം കാണിച്ചു. അവർ ആ തടാകത്തിന് ചുറ്റും നടക്കണമെങ്കിൽ ഒരാഴ്ച പിടിക്കും. അവരൊരു 3 മാസം മുമ്പ് ഒരു ബോട്ട് ഹയർ ചെയ്തു, ലോക്കൽ ബോട്ട് വിത്ത് എ ലോക്കൽ ബോട്ട്മാൻ. അവർ ഈ തടാകം ക്രോസ് ചെയ്യുമ്പോൾ ഈ നക്സലൈറ്റ്സ് അറ്റാക്ക് ചെയ്തു. 38 പേരും ആ ബോട്ടുമായി മുങ്ങി. ഇത് മുങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പം അവിടേക്ക് പോകുന്ന ഒരു റോഡേ ഉള്ളൂ. ആ റോഡിലാണെങ്കിൽ കുഴിബോംബ് ലാൻഡ് മൈൻസ് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അത് കാരണം ഈ എൻറ്റയർ ഓപ്പറേഷൻ ഞാൻ ഹെലികോപ്റ്റേഴ്സ് വെച്ചാണ് ചെയ്തത്. നേവിയുടെ ഹെലികോപ്റ്റേഴ്സ്, കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റേഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് ഹെലികോപ്റ്റേഴ്സ് തന്നു. ഇത് വെച്ച് ഞാനാണ് കോർഡിനേറ്റ് ചെയ്തത്. ആസ് കമാൻഡ് ഏവിയേഷൻ ഓഫീസർ ഞാൻ കോർഡിനേറ്റ് ചെയ്തു. ഇത് എവിടെ നിന്നാണ് കോർഡിനേറ്റ് ചെയ്തത്? ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ്റ്റേൺ നേവൽ കമാൻഡിൽ നിന്ന് വിശാഖപട്ടണത്ത്. അന്ന് ഞാൻ എവിടെയായിരുന്നു? ഞാനന്ന് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഏവിയേഷൻ നോക്കിയിരുന്നത് നേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അക്കാലത്ത് ഇവർ മുങ്ങി. അപ്പോൾ ഈ തടാകം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വലിയ വലിയ മരങ്ങൾ കട്ട് ചെയ്ത് അത് ആ വെള്ളത്തിൽ തന്നെ കിടപ്പുണ്ട്. അതായത് ഈ തടാകത്തിനകത്ത് ഈ നമ്മളൊരു തീപ്പെട്ടി മുഴുവൻ എടുത്തിട്ട് ഒരു ബോക്സ് തുറന്ന് തീപ്പെട്ടി കൊള്ളി എടുത്തിട്ട് ചുമ്മാ റാൻഡമായിട്ട് ഇട്ടാൽ അതെങ്ങനെയാണ് ഇണഞ്ഞു കിടക്കുന്നത്? അങ്ങനെ വെള്ളത്തിനടിയിൽ ഹ്യൂജ് മരങ്ങൾ കിടക്കാണ്. ഇതിനിടയ്ക്ക് 45 മീറ്റർ അടിയിലാണ് ഈ ബോട്ട് പോയി സ്റ്റക്കായത്. അതും ഒരു ആംഗിളിൽ ഒട്ടും വിസിബിലിറ്റി ഇല്ല. അതായത് വെള്ളത്തിനടിയിൽ പോയാൽ നമുക്കൊന്നും കാണില്ല, അത്ര ഇരുട്ടാണ്. സെർച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒരാഴ്ചയായി ഈ സാധനം കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് മീഡിയ ഇതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. നേവിയെ കൊണ്ട് കൊള്ളില്ല, എന്താണ് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സൈറ്റ് സോണാറൊക്കെ കൊണ്ടുവന്ന് അവസാനം ബോട്ടിനെ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഇനി അതിൻ്റെ റെസ്ക്യൂ പ്ലാൻ ചെയ്യണം. അന്ന് എനിക്കൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഐഡിയ തോന്നി. ഇതിൻ്റെ ഡിഫിക്കൽട്ടി പൊതുജനത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയത്, പൊതുജനത്തിന് വിവരമുണ്ട്, അവർ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. അത് എഴുതിയിട്ട് ഞാനത് മീഡിയയ്ക്ക് കൊടുത്തു. അത് പബ്ലിഷ് ചെയ്തു. അതോടുകൂടി നേരെ ഒപ്പീനിയൻ തിരിഞ്ഞു. ഞാൻ ഇത്രയാണ് എഴുതിയത്. നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് നേരെ 45 മീറ്ററിലേക്ക് ഡൈവ് ചെയ്യാൻ പറ്റില്ല. ഒരു 10 മീറ്റർ വരെ പാകും. അത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ പ്രഷർ കൂടുന്തോറും, വെള്ളത്തിനടി പോകുന്തോറും പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പം നമ്മുടെ തന്നെ ലങ്സിലുള്ള നൈട്രജൻ അത് ലിക്വിഡായിട്ട് അണ്ടർ പ്രഷർ നമ്മുടെ ബ്ലഡിൽ കയറും. അങ്ങനെ നമ്മൾ അടിയിലോട്ട് പോകുന്തോറും അത് നൈട്രജൻ എല്ലാം അത് ഇതായി നമ്മുടെ ബ്ലഡിൽ ചേർന്നു. പെട്ടെന്ന് ഒറ്റയടിക്ക് പൊങ്ങി വന്നാൽ ഇത് നുരഞ്ഞ് പതഞ്ഞു വരും. ഇൻസ്റ്റൻ്റ്ലി ഡൈവർ മരിക്കും. ഈ നൈട്രജൻ പെട്ടെന്ന് പ്രഷർ പോകുമ്പോൾ അത് വീണ്ടും ഗ്യാസ് ആവും, അത് ബബിൾ ചെയ്യും. അപ്പോൾ ഈ ഡൈവേഴ്സ് എങ്ങനെ ചെയ്യേണ്ടതെന്നറിയാം? അവർ ഒരു 15 മീറ്റർ വരെ താഴെ പോകും. പിന്നെ അവിടെ ഒരു 5 മിനിറ്റ് നിൽക്കും, അക്ലിമേറ്റസ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് പോകും, ഒരു 25-30 വരെ.
പിന്നെ താഴേക്ക് പോകും. അങ്ങനെ പോയിട്ട് 45 മീറ്റർ എത്തിയിട്ട് ഈ ഇരുട്ടത്ത് അവർ ഈ ഇങ്ങനെ കിടക്കുന്ന ബോട്ടിൻ്റെ ഒരു സൈഡിൽ കൂടെ കയറും. അപ്പോൾ ഒരാഴ്ചയായിട്ട് അവിടെ കിടക്കുന്ന ഡെഡ് ബോഡി ഇപ്പോൾ ഈ സൈസ് ആയിരിക്കും, വലിയ സൈസ് ആയിരിക്കും. ഈ പോകുന്ന ആൾക്കാർ 25 വയസ്സുള്ള പയ്യന്മാരായിരിക്കും, 20 വയസ്സുള്ള 18 വയസ്സുള്ള ഡൈവേഴ്സ് ആയിരിക്കും. അവർക്ക് ഈ ബോഡിയെ എടുത്തിട്ട് ഇനി ഒറ്റയടിക്ക് വേണ്ടി വരാൻ പറ്റില്ല. അവർ 40 മീറ്റർ വന്നിട്ട് ഈ ബോഡിയെ പിടിച്ചുകൊണ്ട് 5 മിനിറ്റ് നിൽക്കണം അക്ലിമറ്റൈസ് ചെയ്യാൻ. അവിടുന്ന് പിന്നെ ഒരു 10 മീറ്റർ മേലോട്ട് പിന്നെ ഇതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കണം. കംപ്ലീറ്റ്ലി ഡീകമ്പോസ് പാർട്സ് ഒക്കെ പോവും. അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അവരുടെ ആ മനക്കെട്ടി എന്ന് ഓർത്ത് നോക്കി, ഇരുട്ടത്ത് ഒരാഴ്ച മുമ്പ് മരിച്ച ആളിൻ്റെ പീസായിക്കൊണ്ടിരിക്കുന്ന ബോഡിയും പിടിച്ചിട്ട് ഓരോ ഹൈറ്റിൽ 5 മിനിറ്റ് നിൽക്കുകയാണ്. ഇത് ശരിക്കും നടന്നതാണെന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നടക്കുന്നത്. അപ്പം ഞാനത് എഴുതി, ഇതാണ് ഡിഫിക്കൽട്ടീസ് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ. അതോടുകൂടി നേരെ മീഡിയയുടെ സപ്പോർട്ടോടുകൂടി പബ്ലിക്കിന് മനസ്സിലായി, ഒപ്പീനിയൻ നേരെ തിരിഞ്ഞു. ദേ സെഡ് ഓ നേവി വണ്ടർഫുൾ ജോബ്. കാര്യം ഇതിൻ്റെ ഡിഫിക്കൽട്ടി നമുക്ക് ഇതിൻ്റെ അതിൻ്റെ ഒരു ഒന്ന് എന്ത് ഓർത്ത് നോക്കി, എന്ത് സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് ആർക്കെങ്കിലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്. ഡൈവേഴ്സൊക്കെ ഓരോ സ്ഥലത്തും പോയിട്ട് എത്രയോ സ്ഥലത്ത് ഒരു ക്വാറിയിൽ ഒരു ലോറി വീണാലും അവരാണ് പോയി സെർച്ച് ചെയ്യുന്നത്. എന്തൊരു ഹീറോസാണ് അവർ. അപ്പം അങ്ങനെ ആവശ്യം പോലെയാണ്. എല്ലാ സെക്ടേഴ്സിലും ഇതുപോലെ തന്നെ ഹീറോസ് കാണും, അൺസങ് ഹീറോസും കാണും. കാരണം അവർ പലപ്പോഴും ഒരു ലൈം ലൈറ്റിലേക്ക് വരണം എന്നില്ല, ആ ഫുൾ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് അവർ നിൽക്കും. പക്ഷേ അങ്ങനെ കുറേ പേര് കാണും അല്ലേ. ഈ ഒരു സിവിൽ സൊസൈറ്റിയിൽ നിന്ന് ഇപ്പോൾ ഫോഴ്സസിലേക്ക് വരുന്ന ആൾക്കാർ, അതായത് ന്യൂ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണാറുണ്ടോ? കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു വലിയൊരു ട്രാൻസിഷൻ ഫേസിലാണ്. സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് ഏജ്, സോഷ്യൽ മീഡിയ ഏജിലൊക്കെയാണ്. അപ്പോൾ പുതിയ വരുന്ന യങ്സ്റ്റേഴ്സിന് ഇപ്പോൾ അവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ സർ, അപ്പോൾ അവരിൽ എന്താണ് കാണാറുള്ളത്? വ്യത്യാസങ്ങൾ എന്താണ്, പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്? ഇത് എൻ്റെ വ്യൂ മിക്കവരും പലരും ഷെയർ ചെയ്തില്ലെന്നിരിക്കും. എന്നെ കഴിഞ്ഞ ജൂലൈയിൽ, ഇപ്പോൾ 1 വർഷമായി, എനിക്ക് ബോംബെയിൽ നിന്നൊരു റിക്വസ്റ്റ് വന്നു. നേവിയുടെ തന്നെയാണ്. ജെൻ സി എൻ്റെ കംപ്ലീറ്റ് ടോപ്പിക് ഇതായിരുന്നു, അഡാപ്റ്റിംഗ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് to use the strengths of Gen Z to enhance the efficacy of mission command. ഇത് കേട്ടാ ഒന്നും മനസ്സിലാവില്ല ആർക്കും. അത് നമ്മുടെ മലയാളം ജോക്കായിട്ട് പറയണമെങ്കിൽ അത് മീൻകറിയും അലുവായും പോലുള്ള കണക്ഷനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ക്വാളിറ്റീസ് മിഷൻ കമാൻഡ്, അതായത് സീനിയർ മാനേജ്മെന്റ് അല്ല, മിഷൻ കമാൻഡ് എന്താണെന്ന് പറഞ്ഞുതരാം. മിഷൻ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ കോൺസെപ്റ്റ് ആണ്. ശരിക്കും ഇതെല്ലാം കോമൺ സെൻസ് ആണ്, ഇത് ജർമ്മൻ കോൺസെപ്റ്റ് ആണ് അത്. അപ്പോൾ അതായത് ഇപ്പോൾ ധന്യ ഞാൻ ട്രെയിൻ ചെയ്തു ആൻഡ് എക്വിപ്പ് ചെയ്തു. അത് ഞാൻ ധന്യ അങ്ങനെ ഇരിക്കുന്നു ഒരു പ്രൊഫഷണലായിട്ട്. ഞാൻ ധന്യയുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ടാസ്ക് തരുന്നു, എന്നിട്ട് പിന്നെ വെറുതെ വിടുന്നു. ജസ്റ്റ് ലെറ്റ് യു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ പറഞ്ഞു എന്ത് വേണമെന്നേ പറയുന്നുള്ളൂ, എങ്ങനെ വേണമെന്ന് പറഞ്ഞു തരുന്നില്ല. റൈറ്റ്, അതാണ് മിഷൻ കമാൻഡ്. അതായത് ഒരാളിനെ ഏൽപ്പിക്കുക, അയാളുടെ സ്വന്തം കഴിവിൽ പിന്നെ അത് ചെയ്യുന്നു. ബട്ട് ഹി ഹാസ് ബീൻ ട്രെയിൻഡ് ആൻഡ് എക്വിപ്ഡ് ഫോർ ഇറ്റ്. അല്ല നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല പറയുന്നത്. റൈറ്റ്, ദാറ്റ്സ് കോൾഡ് മിഷൻ കമാൻഡ്. അപ്പം മിഷൻ കമാൻഡ് എക്കാലത്തും എല്ലാ രാജ്യത്തിൻ്റെയും ആം ഫോഴ്സസിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡ്രീമാണ്. എല്ലാവരും ഷുഡ് ബി കേപ്പബിൾ ഓഫ് മിഷൻ കമാൻഡ്. ഒരാളിനെ ഏൽപ്പിച്ച് വിടാൻ പറ്റും. റൈറ്റ്, അപ്പോൾ ഈ ജെൻ സി അവരെ കൊണ്ട് ഇത് ഒക്കുമോ എന്ന് ആർക്കും ഒരു പേടി എവിടെ വന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നത് തന്നെ. സോ അഡാപ്റ്റിംഗ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്, അത് നമ്മളുടെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് സ്റ്റൈലിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം, ഈ ജെൻസിയുടെ എന്തെങ്കിലും ഗുണങ്ങൾ കാണും എന്ന് അസ്യൂം ചെയ്താണ്. ടു യൂസ് ദ സ്ട്രെങ്ത്സ് ഓഫ് ജെൻസി ടു എൻഹാൻസ് ദി എഫിക്കസി ഓഫ് മിഷൻ കമാൻഡ്. ഫ്യൂച്ചറിൽ മിഷൻ കമാൻഡ് ഇവരെ കൊണ്ട് എങ്ങനെ ചെയ്യിക്കും? ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ശരിക്കും ഇവരെ പേടിച്ചിട്ട് ഈ പിള്ളേർ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ, അങ്ങനെ വല്ലതും ആയിരിക്കും. അപ്പോൾ ഇത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. കാര്യം എനിക്ക് ഈ പുതിയ സബ്ജക്ട്സ് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ഞാനിത് പഠിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇത് പല സ്ഥലത്തും ലെക്ചർ ചെയ്ത് കഴിഞ്ഞു. എവറി ഡേ ഞാൻ അവർക്ക് ആയിരക്കണക്കിന് അവരുമായിട്ട് ഞാൻ ലെക്ചർ ചെയ്യല്ലേ. 2016 എന്നോട് നേവിയുടെ ചീഫ് പറഞ്ഞു ചിൽക്കയിൽ, അതായത് ഞങ്ങളുടെ ട്രെയിനീസിനെ പോലും, അവിടുത്തെ പോലും സെയിലേഴ്സ് ട്രെയിനീസിനെ പോലും ലെക്ചർ എടുക്കാനായിട്ട്. അന്ന് 2017 മുതൽ ഈ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഞാൻ അഗ്നിവീർ ബാച്ച് 5 വരെ ഞാൻ പോയി ലെക്ചർ എടുത്തു. ഡ്യൂട്ടി, ഓണർ, കറേജ് എന്ന് പറഞ്ഞിട്ട് 3500 പേരോട് ഒറ്റയടിക്ക് 2 മണിക്കൂർ എൻ്റെ മലയാളി ഹിന്ദിയിൽ ഒരു കാച്ചാണ്. അവർ ശ്രദ്ധിച്ചിരിക്കാറുണ്ടോ? ഒരൊറ്റ മനുഷ്യൻ ഉറങ്ങില്ല. ശരിക്കും ഞാൻ കഥകൾ മാത്രമേ ഞാൻ പറയുള്ളൂ, കഥയില്ലാതെ ഞാൻ ഒന്നും പറയില്ല. ഞാൻ ചുമ്മാ തിയറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ആൻഡ് നേവിയിൽ പല ലെവലിലും ഞാൻ ഇത്രയും വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ലെക്ചർ എടുക്കുന്നു. What do you find in them? What are you fascinated about them? There is no difference between them and us. ഇതാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ ഒരു കോളേജിൽ പഠിക്കുന്നു, നിങ്ങളൊരു 4ാമത്തെ സെമസ്റ്റർ ആകുമ്പോൾ ടെൽ മീ, അന്നേരം നിങ്ങൾ പറഞ്ഞു കാണില്ലേ, ഹേ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലായിരുന്നപ്പോൾ എന്ത് കഷ്ടമായിരുന്നു, ഇപ്പോൾ ഉള്ളവരെന്ത് ഒന്നുമില്ല, നമ്മൾ ഒത്തിരി സഹിച്ചതല്ലേ, ഇപ്പോൾ അത്ര സഹിക്കുന്നില്ലല്ലോ.
അത് തന്നെയാണ് ഇവിടെ. അതായത് എല്ലാ തലമുറയും ചിന്തിക്കുന്നത് അവരുടെ മേളിലുള്ളവർക്കൊന്നും അറിയാൻ വയ്യ, അവരുടെ താഴെയുള്ളവരെല്ലാം സോഫ്റ്റാണ്. ഒരു വ്യത്യാസമില്ല. കഴക്കൂട്ട സൈനിക് സ്കൂളിൽ ഞാൻ 70കളിൽ പഠിച്ചു. അവിടെ ഞങ്ങൾ ആഹാരത്തിൻ്റെ ഒരു സപ്ലിമെൻ്റായിട്ട് ഞങ്ങൾ തെങ്ങിലൊക്കെ കയറുമായിരുന്നു. തേങ്ങക്കോടെ 350 ഏക്കറാണ്. തേങ്ങ കയറി തേങ്ങ തിന്നുക, കരിക്ക് കുടിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇന്നിപ്പം സൈനിക് സ്കൂളിൽ അതിൻ്റെ ആവശ്യം വരില്ല. ചിലപ്പോൾ അവർക്ക് സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത സാധനം കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ പോയിട്ട് അവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? മോണോ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കഴിക്കുന്നില്ല, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ കാലത്ത് സൊമാറ്റോ ഉണ്ടായിരുന്നേ ഞാനും കഴിച്ചേനെ. അപ്പോൾ അവർ വന്ന സാഹചര്യം വേറെയാണ്, നമ്മൾ ജനിച്ച സാഹചര്യം വേറെയാണ്. 2014 ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ആർമിയുടെ ചീഫ് വന്നു അവിടെ മൗല് ആർമി വാർ കോളേജിൽ. ഈ ടെക്നോളജി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, ക്യാമറയുണ്ട്, ആര് ഫോട്ടോ എടുക്കുന്നു, എന്ത് പറയുന്നു ഒന്നും അറിഞ്ഞുകൂടാ. അത് കാരണം എല്ലാം ബാൻ ചെയ്യുക, ക്യാമറയുള്ള ഫോൺ എടുക്കരുത്, വാങ്ങിക്കരുത്. അപ്പോൾ ഈ ബോക്സ് ഫോൺ വാങ്ങിക്കുക, എന്നിട്ട് ഇൻ്റർനെറ്റ് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സിഗ്നൽ ജാം ചെയ്യുക, ഇതൊക്കെയായിരുന്നു. അതിന് ഞാൻ നേവിയെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ പോയിരുന്നു. അന്ന് ഞാൻ ഓഡിയൻസ് ഇരുന്ന്, അപ്പോൾ എന്തായാലും വന്നല്ലേ, എന്തായാലും ഇപ്പം നമ്മളും ഉണ്ട് എന്ന് അറിയിക്കണമല്ലോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് അന്ന് ആർമി ചീഫൊക്കെ അവിടെ സ്റ്റേജിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സർ ഇത് പറയാനുള്ളത്, സാറും ഞാനും ഒക്കെ നമുക്കൊന്നും ഈ വൈഫൈ ഒന്നും ഇല്ല, ഒരു കുഴപ്പമില്ല, നമ്മൾ ഈ ജനിച്ചതല്ല. ഇപ്പോഴത്തെ ഈ കുട്ടികൾ നമ്മുടെ എൻ്റെ പുറകിലിരിക്കുന്ന ജൂനിയേഴ്സ്, അവർക്കിത് വായുവും വെള്ളമൊക്കെ പോലെയാണ്. ഇതിലത് അവർക്ക് പറ്റില്ല, അവരുടെ ഫുൾ ലൈഫ് അതിലാണ്, റൈറ്റ്? അപ്പം അത് കാരണം നമ്മളിത് ഇന്ന് സ്റ്റോപ്പ് ചെയ്യുക, ക്യാമറ അലോ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ നമ്മളെ പിന്തിരിപ്പൻ ഓർ റിഗ്രസീവ്, അങ്ങനെ അതിൻ്റെ കറക്റ്റ് മലയാളമാക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ അവർ ചിന്തിക്കത്തുള്ളൂ നെഗറ്റീവായിട്ട്, ഇത് എന്ത് സീനിയേഴ്സ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സർ വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഇവരോടൊന്ന് സംസാരിച്ചോട്ടെ. ഞാൻ തിരിഞ്ഞിട്ട് അവരോട്, അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിട്ടിരിക്കുകയാണ്, ഈ ഇരിക്കുന്ന ഈ നേവിക്കാരൻ നല്ല മനുഷ്യൻ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോ, നല്ല മനുഷ്യൻ. ഞാൻ തിരിഞ്ഞിട്ട് പറഞ്ഞു, മക്കളെ 20 വർഷം കഴിയുമ്പോൾ ആ മുമ്പിൽ സീറ്റിൽ ഇരിക്കാൻ വന്നത് നിങ്ങളാണ്, കറക്റ്റ്? അന്ന് ടെക്നോളജി ഇതായിരിക്കില്ല. അന്ന് ചിലപ്പോൾ ലേബർ റൂമിൽ പ്രസവത്തിന് കയറ്റുമ്പോൾ അവർ ചോദിക്കായിരിക്കും ഏത് സോഫ്റ്റ്വെയർ ആണോ അത് ലോഡ് ചെയ്യാമെന്ന് കുട്ടിയിൽ, അല്ലെങ്കിൽ ചിലപ്പം ബോഡിയുടെ ബട്ടക്സിലോ വല്ല ഒരു ചിപ്പ് വല്ല ഇംപ്ലൈൻറ്റ് ചെയ്യുമായിരിക്കും. അതനുസരിച്ചായിരിക്കും അവൻ ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? നിങ്ങൾ ബം മുറിച്ച് കളയും, നിങ്ങൾ സോഫ്റ്റ്വെയറിനെ എന്താ ഡിലീറ്റ് ചെയ്യും? ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ സ്ഥിതിക്ക് ഞങ്ങൾക്കറിയാവുന്നതിനെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റും. നാളെ 20 വർഷം കഴിയുമ്പം മിക്കവാറും നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും പണിക്കത്തേ ഉള്ളൂ. അന്ന് ഈ പറയുന്നതിന് പറയും നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യാന്ന്. അപ്പോൾ ഇതൊരു പെരന്യൽ എസെൻഷ്യൽ പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ വ്യൂവിൽ ഇന്നത്തെ ജനറേഷന് ഒരു കുഴപ്പവുമില്ല. അവർ നമ്മുടെ സെയിം കമ്മിറ്റ്മെൻ്റ് ആണ് എല്ലാം. പക്ഷെ അവരുടെ സർക്കംസ്റ്റാൻസസ്, അവരുടെ ഭാഷ, അവർ ജനിച്ചു വരുന്ന സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അതിനെ കാണേണ്ടത് നമ്മളാണ്, സീനിയേഴ്സാണ്. നമ്മളാണ് താഴെ വന്നിട്ട് നമുക്കാണ് ബുദ്ധി വേണ്ടത്, അവരെ കണ്ട് അവരെ ആ രീതിയിൽ കൊണ്ടുവരാനായിട്ട്. നമ്മളായ പോലെ അവരാവണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു ചോദ്യം ഉള്ളതെന്ന് വെച്ചാൽ, ഇത്രയും അധികം എന്താ പറയുക, കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റിയിൽ വളരെ എല്ലാ കംഫർട്ട്സോടെ ജീവിക്കുന്ന വ്യക്തികൾ എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പാടുള്ള, അതായത് പേർക്സ് ഉണ്ട് ഓഫ് കോഴ്സ് ഒരു വശത്ത്, പക്ഷേ മറുവശത്ത് ഇത്രയും കഷ്ടപ്പാടുള്ള ഒരു ഫോഴ്സസിലേക്ക് വരണം, ആ ഒരു ചോയ്സ് എന്തുകൊണ്ട് എടുക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ നമ്മളിപ്പം ഈ രാജ്യസ്നേഹം മൂത്തൊന്നുമല്ല നമ്മൾ നേവിയിലും ആർമിയിലും എയർഫോഴ്സിലും പോകുന്നത്. അതൊരു ജോലിയാണ്, അതൊരു ജോലി മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ജോലിയിൽ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഞാൻ പണ്ട് കൊച്ചിലെ എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട്, 2 ജോലിയേ ഉള്ളൂ നമ്മൾ റിച്ച് ആവാനായിട്ട് ചേരാത്തത്. ഒന്ന് ഒരു പാതിരിയാവുന്നത്, 2 ആം ഫോഴ്സസിൽ ഓഫീസർ ആവുന്നത്. ഇത് രണ്ടും പൈസ ഉണ്ടാക്കാനായിട്ട് പോയാൽ എത്താൻ പോകുന്നില്ല. ഈ ആം ഫോഴ്സസിൽ വരുന്നത് നമുക്കൊരു സൈക്കോളജിക്കൽ സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. സർവീസസ് സെലക്ഷൻ ബോർഡ് എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ടഫസ്റ്റ് ഇൻ്റർവ്യൂ ഇൻ ദ വേൾഡ് ടു പാസ്. കാര്യം നമുക്കതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല, അതാണ് പ്രശ്നം. ഇത് 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ്സിൽ. അപ്പോൾ NDA എല്ലാം ആർമി നേവി എയർഫോഴ്സിൽ ഓഫീസർ ആണെങ്കിൽ ഈ ഇൻ്റർവ്യൂ പാസ്സാവാതെ ഒരാളും ആവില്ല. 5 ദിവസം ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റ് നമ്മളെ കാണുകയാണ്. നമ്മളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നു, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് പറയിക്കുന്നു, എഴുതിക്കുന്നു, ചാടിക്കുന്നു, ഓടിക്കുന്നു, പലതും. അവർ നമ്മളെ കാണുകയാണ്. അവർ നമ്മളുടെ ചില ട്രേറ്റ്സ് ആണ് നോക്കുന്നത്. ഇവർക്ക് ഇവിടെ ഒരു ടൈപ്പ് ആൾക്കാരെ മതി. എന്താണ് ആ ടൈപ്പ്? ആ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലീഡർഷിപ്പ് സ്കിൽസ്, ഫ്യൂച്ചർ ലെവലിൽ ലീഡേഴ്സ് ആവുന്നതാണ്. ആ ലീഡർഷിപ്പ് സ്കിൽസ് അവരിൽ ഡെവലപ്പ് ചെയ്യിക്കാനായിട്ടുള്ള ഫണ്ടമെന്റൽ ട്രെയിൻസ് നമുക്ക് ഉണ്ടോയെന്ന് അവർ നോക്കും.
ഓക്കെ, ആ ഫണ്ടമെന്റൽ ട്രേറ്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ അവർ ചെയ്തോളും ബാക്കി. അതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ അവർക്ക് ആർക്കും ഐൻസ്റ്റീനെ ഒന്നും വേണ്ട, അവർക്ക് ആർണോൾഡ് സ്വാർസനെഗറിനെ വേണ്ട, അങ്ങനെയുള്ള കാര്യം വേണ്ട. അവർക്ക് സാധാരണ എബോ ആവറേജ് ആൾക്കാർ മതി. പക്ഷേ അവർക്ക് ഒരു സർട്ടൻ ക്വാളിറ്റീസ് വേണം. ഓക്കെ, ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഈസ് ട്രെയിനബിലിറ്റി. കാര്യം കോടികൾ ചിലവാക്കി ഒരാളിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ആ പുള്ളി ഞാൻ ഒരിക്കലും എന്താ പറയുന്നത്, ഞാൻ നന്നാവില്ല എന്ന് ഒരു ടൈപ്പ് ആണെങ്കിൽ ഒരു ഗുണമില്ല, ടൈം വേസ്റ്റ് ചെയ്യാണ്. റൈറ്റ്? അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരെ അവർ എടുക്കത്തുള്ളൂ. ആ എടുക്കുന്നവർ, ആ പാസ്സാവുന്നവർ, അവർക്ക് എത്ര കഠിനമായ ട്രെയിനിങ് കൊടുത്താലും അവർക്ക് പുല്ലാണ്, ഒന്നും പറ്റില്ല. കാര്യം അവർ ആ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു SSB ഈ പറഞ്ഞ സെലക്ഷന് ഒരു 140 പേരൊക്കെയാണ് അവർ ഇപ്പോൾ എടുക്കുന്നത്. നമ്മളുടെയൊക്കെ കാലത്ത് 40 പേരെ വിളിച്ചിരുന്നത്, ഇപ്പോൾ 140 എടുക്കുന്നത്. അതിൻ്റെ കാരണമുണ്ട്. ഈ 40 പേരിൽ സാധാരണഗതിയിൽ അല്ലെ 140-ൽ പാസ്സാവുന്നത് 2, 3, 4 ആയിരിക്കും. ചിലപ്പോൾ 0 ആയിരിക്കും, ആരും പാസ്സാവില്ല. അത്രയും ടഫാണ്. ടഫ് എന്ന് പറഞ്ഞാൽ അവരൊരു സെറ്റ് ഓഫ് ക്വാളിറ്റീസ് നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഇതായിരിക്കും ജീവിതത്തിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ മിക്കവർക്കും. ഇതിൽ റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്നേക്കുമായ ഒരു ക്ഷതം കിടക്കും. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് അവരിത് അനൗൺസ് ചെയ്യുന്നത് വളരെ നല്ല കൗതുകകരമായ രീതിയിലാണ്. അവർ പറയും, ഇത് അമിതാഭ് ബച്ചൻ തോറ്റതാണ്, ഷാറൂഖ് ഖാൻ തോറ്റതാണ്, അബ്ദുൽ കലാം തോറ്റതാണ്. അപ്പോൾ അതായത് ഇവിടെ ഞങ്ങൾക്ക് ഒരു ടൈപ്പ് ആൾക്കാരെ മതി. ഇവിടെ പാസ്സായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ വലിയ വലിയ ആൾക്കാരാവും. പക്ഷെ ഇവിടെ ഇത്രയും പേര് മതി. ഈ പാരാമീറ്റർ സെറ്റ് ആവുന്നില്ല. കാര്യം അത് നമുക്ക് വേണം. കാര്യം അതില്ലാതെ നമ്മൾ ഇവിടെ കയറിയാൽ നമ്മുടെ മിസറബിൾ ലൈഫായിരിക്കും. ഓക്കെ, അപ്പം ഇവരെ ഇവിടെ സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പണ്ടത്തെ 40 ഇപ്പോൾ 140 ആക്കിയത്? കാര്യം പ്രോബബ്ലി ഈ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇതിനകത്ത് സഹാനുഭൂതി, എംപതി ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ലീഡർഷിപ്പിൻ്റെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് സാധനമാണ് എംപതി. എംപതിയിൽ നമ്മൾ മറ്റുള്ളവരാളുടെ സമ്പർക്കം, ഷെയറിങ്, കെയറിങ്, ഒരു ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേഷൻ, ഒന്നിച്ച് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ജനിച്ചു വരിക, ആ ഒരു ജോയിൻറ്റ് സിസ്റ്റത്തിൽ പണ്ട് പോസിബിൾ ആയിരുന്നു. ഇന്ന് ഈ ന്യൂക്ലിയർ ഫാമിലീസും ഒക്കെ വന്നതുകൊണ്ട് ഒത്തിരി കുട്ടികൾക്ക് അതിനുള്ള ചാൻസസ് കാണില്ല. പിന്നെ കളിസ്ഥലങ്ങൾ കുറഞ്ഞു. നമുക്ക് കളിക്കാനും തോൽവി എന്താണെന്ന് പഠിക്കാനും അതൊന്നും കുട്ടികൾക്ക് ചാൻസ് കിട്ടുന്നില്ല. അവരുടെ കുറ്റമല്ല, ലോകം മാറിപ്പോയി. അതുകൊണ്ട് പണ്ട് 40 പേര് നോക്കിയായിരുന്നെങ്കിൽ അവർക്ക് 10 പേരെയോ 5 പേരെയോ 3 പേരെയോ കിട്ടുമായിരുന്നു. ഇന്ന് 140 പേരെ എടുത്താലേ അത്രയും കിട്ടുള്ളൂ. അത് ആ കുട്ടികളോടും വരുന്ന തലമുറകളോടും നമ്മൾ സീനിയേഴ്സ് ചെയ്ത ഒരു പാപമാണത്. അവർക്ക് ഈ ക്വാളിറ്റീസ് ഉണ്ടാക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അല്ലാതെ അവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ പെൺകുട്ടികളും ഫോഴ്സസിൽ വരുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ മാറ്റത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സീനിയർ ഓഫീസറിനോട് റിട്ടയർഡ് ഓഫീസറിനോട് ചോദിക്കുമ്പോൾ ആ ചിരി encompasses a lot of things. പ്രത്യേകിച്ച് ഒരു കപ്പിലെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാൻ 2 രീതിയിൽ അതിനെ ഒത്തിരി പറയാം. ഒന്ന്, മെഡിക്കൽ ഓഫീസേഴ്സ്, ഡോക്ടേഴ്സ് കുറേ നാളായിട്ടുണ്ട്. അത് ഞാൻ എന്നെക്കാട്ടിലും മുമ്പേ അവരുണ്ട്, തുടക്കം പോലെ അവരുണ്ട്. പിന്നെ നഴ്സിംഗ് ഓഫീസേഴ്സ്, ഓഫ് കോഴ്സ്. ലോജിസ്റ്റിക്സ് അന്നില്ല, ആരുമില്ല, ഒറ്റ മനുഷ്യനില്ല. 1993 മെയ്യിൽ ഞാൻ എൻ്റെ സ്പെഷ്യലൈസേഷൻ ആൻറ്റി സബ്മറൈൻ വാർഫെയർ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഗോമതി എന്ന് പറഞ്ഞ കപ്പലിൽ രാവിലെ ഒരു 5:30 ട്രെയിനിന് ബോംബെയിലെത്തുന്നു. ഞാൻ അവിടുന്ന് നമ്മുടെ സൗത്ത് ബ്രേക്ക് വാട്ടർ എൻ്റെ കപ്പലിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നു 6 മണിക്ക്. ഞാൻ ഞാൻ ടേക്ക് ഓവർ ചെയ്യേണ്ടിയിരുന്ന എനിക്ക് മുമ്പുണ്ടായിരുന്ന ആളിനെ വിളിച്ചു ചോദിച്ചു, താങ്കൾ ഏത് മുറിയിലാണെന്ന് പറഞ്ഞു. ക്യാബിൻ നമ്പർ 1. അപ്പോൾ ഞാൻ ക്യാബിൻ നമ്പർ 1ലേക്ക് പോകുന്നു. അപ്പോൾ അത് അകത്തുനിന്ന് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുട്ടുന്നു. കാര്യം രാവിലെ അവിടെ ആരും ഇല്ലാത്തടത്ത് ഞാൻ ക്യാബിൻ നമ്പർ 1 അകത്തൊന്നും പൂട്ടേണ്ട ആവശ്യമില്ല. അപ്പം പറയുന്നു, ഒരു ഫീമെയിൽ വോയിസ് പറയുന്നു, എക്സ്ക്യൂസ് മീ, ഇതിനകത്തൊന്നും പറയുന്നു. ഞാൻ വെച്ചിട്ട് ഫീമെയിൽ എവിടെ നിന്ന് വന്നു ഇതിനകത്ത്? കാര്യം അന്ന് ഫീമെയിൽസ് ഇല്ല നേവിയിൽ. ഞാനാകെ പേടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെള്ള യൂണിഫോം വിട്ട് ഒരു സബ് ലെഫ്റ്റനന്റ് പുറത്തിറങ്ങി വന്നു. അതാണ് ഇന്ത്യൻ നേവിയുടെ ഫസ്റ്റ് ഓഫീസർ റൂബി സിംഗ്, സബ് ലെഫ്റ്റനന്റ് റൂബി സിംഗ്. ആൻഡ് പുള്ളിക്കാരി അത് കഴിഞ്ഞ് റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ കമാൻഡൊക്കെ ചെയ്തിട്ടുണ്ട്. റൂബി സിംഗിന് അപ്പോൾ അന്ന് അവർ ജസ്റ്റ് ചേർന്നിട്ട് കമ്മീഷനായിട്ട് അവർക്കൊരു കപ്പൽ എക്സ്പീരിയൻസിന് കടലിൽ പോവാതെ ഹാർബറിലുള്ള ഏതെങ്കിലും കപ്പലിൽ രാവിലെ 6 മണിക്ക് വരും, വൈകിട്ട് ആവുമ്പോൾ പോകും. അങ്ങനെ ഒരു വാച്ചിങ്. അന്ന് മുതൽ ഞാൻ റൂബി സിംഗിനെ കണ്ടാണ്. ഓക്കെ, പുള്ളിക്കാരി ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഞങ്ങളുടെ അസിസ്റ്റൻ്റായിട്ട് ഞങ്ങളുണ്ടായിരുന്നു. അന്ന് മുതൽ പിന്നെ ഞാൻ പതുക്കെ ലേഡി ഓഫീസറിനെ കണ്ടു. ഇപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ലേഡി അഗ്നിവീർസ് വരെയായി. ഓക്കെ, ഈയിടെ ഞാൻ ഈ അഗ്നിവീർ ബാച്ച് 5 ഞാൻ പോയപ്പോൾ, അഗ്നിവീർ എന്ന് പറഞ്ഞാൽ ഒരു 2.5 വർഷം മുമ്പ് ഇന്ത്യൻ ഗവൺമെൻറ് ഈ ആർമി, നേവി, എയർഫോഴ്സിൻ്റെ
ഈ ഭടന്മാരുടെ, അതായത് സോൾജേഴ്സ്, എയർമെൻ ആൻഡ് സെയിലേഴ്സ്, അതിൻ്റെ ഇൻടേക്കിനെ അവർ ഒരു പുതിയ സ്കീം, അഗ്നിപത് സ്കീം എന്ന് പറഞ്ഞ് ഒരു പ്രസന്റ് ചെയ്തു. അവർ പറഞ്ഞു ഇനി വരുന്നവരെല്ലാം അഗ്നിപത് സ്കീമിൽ കൂടെ വരുന്നത്, ഒരു വ്യത്യാസമില്ല, എല്ലാം ഒരു പുതിയ പേരെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു റീബ്രാൻഡിങ്. ഓക്കെ, ഇന്ന് നാളെ മുതൽ മസാല ദോശയുടെ പേര് ഉത്തപ്പം എന്നാണെങ്കിൽ ഉത്തപ്പം ആയി, അത്രേ ഉള്ളൂ, അതിൽ കൊള്ളൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പണ്ട് വന്നിരുന്നവർ 15 വർഷം മിനിമം സർവീസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അവർക്ക് പെൻഷനോടുകൂടി അവർക്ക് പോകാമായിരുന്നു. അത് കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചറിൽ സെർവ് ചെയ്യണമെങ്കിൽ വേക്കൻസിയും അവരുടെ പെർഫോമൻസും എല്ലാം ചേർത്തിട്ടാണ് സെലക്ഷൻ വരുന്നത്. അവർ വോളണ്ടറി ചെയ്യുന്നത് അതെല്ലാം ചേർത്തിട്ടാണ്. ഇന്നിപ്പോൾ അത് ഈ അഗ്നിപത് സ്കീമിൽ അത് മാറ്റി. ഈ വരുന്ന എല്ലാവരും 4 വർഷം കഴിയുമ്പം അവരെല്ലാവരും റിട്ടയർ ചെയ്യും, 100% സർവീസിൽ പുറത്തു പോകും. എന്നിട്ട് അതിൽ 25% തിരിച്ചു വിളിക്കും. പിന്നാണ് അവർക്ക് പല ബ്രാഞ്ചും ഒക്കെ കിട്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാനിപ്പോൾ ഒരു കമൻറ്റും പറയുന്നില്ല, കാര്യം ഇതൊരു വലിയൊരു ചേഞ്ച് ആയിരുന്നു. ഇത് നമ്മൾ ഇനി കണ്ട് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ടു പ്രിമച്വർ ടു സേ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതിനകത്തും ലേഡീസ് ഉണ്ട്. ഇപ്പം അത് സെയിലേഴ്സും ലേഡീസായി. അപ്പം ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പം ആർമിയോ എയർഫോഴ്സോ ആണെങ്കിൽ കുഴപ്പമില്ല, അവർ ഗ്രൗണ്ട് ബേസ്ഡ് ആണ്. നേവി എന്ന് പറഞ്ഞാൽ നേവി കടലാണ്. കപ്പലിലെന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ല. എല്ലാ ഒരു അവിടെ ഇത്രയും എക്വിപ്മെന്റ് ഉള്ള every centimeter is utilized, everything is used, every space is used, and it's iron, steel. Yes, complete steel. അതിനകത്ത് അപ്പം ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, പിന്നെ അക്കോമഡേഷൻ പ്രോബ്ലംസ്, പിന്നെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ. ഇപ്പോൾ 2 കപ്പൽ പോകുന്നു, ആ കപ്പലിനിടയ്ക്ക് കയറി കെട്ടിയിട്ട് ആളെ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പം ഒരു കപ്പലിൽ ഇത് ഫിക്സ്ഡ് ആണ്, മറ്റു കപ്പലിൽ അത് ആൾക്കാരെ പിടിച്ചിരിക്കുന്നത്. ഒരു 25-30 സെയിലേഴ്സാണ് പിടിച്ചിരിക്കുന്നത്. കാര്യം ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു 6000 ടണ്ണുള്ള കപ്പലാണ് രണ്ടും. അത് തിരഞ്ഞെടുപ്പെട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം ചിലപ്പോൾ ഇത് ടൈറ്റ് ആവും. ഇത് 2 സ്ഥലത്തും ഫിക്സ്ഡ് ആണെങ്കിൽ ഇത് പൊട്ടും. അതാണ് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് മറ്റേത് ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഈ 25 പേര് പിടിവിട്ടാലുണ്ടല്ലോ അതിലുള്ള ആൾ വെള്ളത്തിൽ പോകും. റൈറ്റ്, ഓക്കെ. ഈ 25 പേര് ഇത് വലിക്കുമ്പോൾ ഇത് എക്സ്ട്രീം ഫോഴ്സാണ് പിടിക്കുന്നത്. നമ്മൾ ശരിക്കും ടഗ് ഓഫ് വാർ എന്ന കോമ്പറ്റീഷൻ കണ്ടില്ലേ, അതിൻ്റെ ഒരു എക്സ്ട്രീം വെർഷനാണിത്. ഇത് 25 ഇപ്പം ഇനിയിപ്പോൾ ആമ്പിള്ളേരും പെമ്പിള്ളേരും ഒന്നിച്ചാണ് വലിക്കാൻ പോണത്. അത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് അല്ലാതെ ഇരിക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പല ചാലഞ്ചസും ഉണ്ട്. അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതൊക്കെ നമ്മളെക്കാട്ടിൽ മുമ്പ് അമേരിക്ക പല കൺട്രീസും കണ്ടതാണ്. അതിൻ്റെതായ പല ലെസൺസ് ലേൺഡ് അതിനകത്തുണ്ട്. ഇപ്പോൾ അത് ഞാനിപ്പം എനിക്ക് ശരിക്കും പറയണമെന്നില്ല, പക്ഷേ അത് വളരെ സീരിയസ് ചലഞ്ചസ് എന്നതുണ്ട്. പക്ഷെ നമ്മളത് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പം സെയിലേഴ്സുമായി ഓഫീസേഴ്സുമായി ഓരോരോ ബ്രാഞ്ചിൽ കൂടി വരുന്നു, എല്ലാ ബ്രാഞ്ചിൽ കൂടി വരുന്നു. പൈലറ്റ്സ് ഉണ്ട്, എയർ ഓപ്പറേഷൻസ് ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇതുവരെ സബ്മറീനിൽ ഇതുവരെ ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. സബ്മറീൻ അതിനെക്കാട്ടി കഷ്ടമാണ്, ഒട്ടും സ്ഥലമില്ല, ഒട്ടും സ്പേസ് ഇല്ല. ഓക്കെ, ഒരു പ്രൈവസി ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് സബ്മറീൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പം അവിടെ എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്തായാലും അവർ വന്നു. അപ്പം പക്ഷേ ഇതിനകത്ത് ഒരു പ്രൊഫഷണലായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചാൽ, അതാണ് 2 രീതി എന്ന് പറഞ്ഞത്. ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെയുള്ള സാധനം അതൊരു ഓപ്പറേഷണൽ നെസസിറ്റി ആണോ എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ എന്തെങ്കിലും പറയേണ്ടി വരും. ഇത് എന്താണ്, നമ്മൾ എല്ലാ ഓർഗനൈസേഷനും അതിൻ്റെ പ്രൈമറി എയിമിനെ വർക്ക് ചെയ്യേണ്ടത്, ജോബ് അറ്റ് ഹാൻഡ്. അതാണ് ശരിക്കും ഇമ്പോർട്ടൻറ്റ്. അത് എല്ലാവർക്കും ചെയ്യാമെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. പക്ഷേ അതാണോ നമ്മുടെ എയിം, അതോ ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണോ എയിം? ഓപ്പറേഷണൽ എഫിഷ്യൻസി ആര് വന്നാലും മീറ്റ് ചെയ്യുമെങ്കിൽ നോ പ്രോബ്ലംസ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടറിയണം. And it has to be a little flexible. Is what you are implying. അല്ലേ? എവിടെ ഏത് ഏരിയയിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ എന്ന് വെച്ചാൽ അവിടെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അതെ, പക്ഷേ അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പറയാം. നമുക്ക് നേവിയിലാണെങ്കിൽ കരയിലുള്ള ജോലികളും കടലിലുള്ള ജോലികളും കിട്ടും. എപ്പോഴും നമ്മൾ 35 വർഷം കടലിൽ കിടക്കാൻ പറ്റില്ല. നമ്മുടെ വൈഫ് നമ്മളെ വിട്ടിട്ടു പോകും. ഓക്കെ, കുട്ടികളൊക്കെ പോവും. ഓക്കെ, അത് പറ്റില്ല. അത് കാരണം നമുക്ക് ദർ ഇസ് എ നൈസ് ഹെൽത്തി മിക്സ് ഓഫ് ഷോർ ആൻഡ് സീ. ആവറേജ് ആയിട്ട് പറഞ്ഞാൽ ഒരു 1/3 ഓഫ് യുവർ ഫുൾ കരിയർ ഈസ് അറ്റ് സീ. 1/3 ഇസ് ഇൻ സ്റ്റാഫ് ജോബ്സ്, നമ്മൾ സ്റ്റാഫ് ആയിട്ട് ചെയ്യുന്നു. ഒരു 1/3 ചിലപ്പോൾ ട്രെയിനിങ് ആയിരിക്കും. അത് അത്ര ഹെവിയാണ് ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ ഈ കടലിൽ വരുന്നവർക്ക് വേണം കരയിലും പോകാൻ. അപ്പം കരയിൽ മാത്രം ലേഡീസ് ആവുകയാണെങ്കിൽ കടലിലുള്ള ആണുങ്ങൾ കടലിൽ കിടക്കത്തേ ഉള്ളൂ. അവർ ഷോർ ജോബ്സ് ഇല്ലാതെ പോകും. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്?
അപ്പോൾ ഇതിനകത്ത് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ ഇറ്റ്സ് വണ്ടർഫുൾ. ഇന്ത്യയിലെ ഉള്ള ലേഡീസിന് വരാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽഡ്സ് ആണിത്. ഇഫ് യു റിമെമ്പർ, പണ്ട് കാലത്ത് നമ്മളുടെ ഈ കപ്പലിൽ കയറുമ്പോൾ 5 പേർക്ക് സല്യൂട്ട് കിട്ടുള്ളായിരുന്നു. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണേഴ്സ്, മിലിറ്ററി ഓഫീസേഴ്സ്, ലേഡീസ് ആൻഡ് ഡെഡ് ബോഡീസ്, 5 പേർക്കായിരുന്നു സല്യൂട്ട് കിട്ടുന്നത്, ഒഫീഷ്യലി സല്യൂട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ആ റൂൾ എങ്ങനെ മാറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായി? ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഒരു ഭയങ്കര ഒരു ഓവറോൾ ആണിത്, ഭയങ്കര ഓവറോൾ. ഓക്കെ, അപ്പോൾ ഇത് ഇനി കാണാം എങ്ങനെ പോകുന്നുള്ളത്. എന്തായാലും ആ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. അവർക്ക് ഞാൻ മോട്ടിവേഷൻ ലെക്ചർ എടുക്കാറുണ്ട്. അഗ്നിവീർസ് കഴിഞ്ഞ അവർ ഫുൾ ഓഫ് എനർജി, ഫുൾ ഓഫ് ഹോപ്പ്. ഒരു ഇഞ്ച് പോലും ഒരു ആൺകുട്ടിയുടെ പുറകിലല്ല അവർ. ഓക്കെ, അത് വണ്ടർഫുൾ തിങ് ടു സീ. നല്ല ഫീലിങ്ങോട് കൂടിയാണ് ആ ലെക്ചർ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നത്. ശരിക്കും ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ് സാർ. ഇതിപ്പം ഞാനൊരു നേവി ഓഫീസറിൻ്റെ വൈഫ് എന്ന നിലയ്ക്കും ഞാൻ വളരെ അടുത്ത് അറിഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റീൻ്റെ ബെനിഫിറ്റ്സ് വളരെയധികം റീപ്പ് ചെയ്ത വ്യക്തിയാണ്. അതിലെ ആ എൻവയൺമെൻറ്റ് സപ്പോർട്ട് കുട്ടികൾക്ക് എത്ര നർച്ചറിങ് ആണെന്ന് മനസ്സിലാക്കിയതും പാർട്ട്നേഴ്സിന് വരെ വളരെ ചാലഞ്ചിങ് പലപ്പോഴും ആവുന്നതും ഞാൻ കണ്ടതാണ്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. ഹി വാസ് അവേ സെയിലിംഗ് ആൻഡ് വാസ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി. സോ ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് വേൾഡ് ഔട്ട് ദെയർ. ആൻഡ് ഇതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് സർ. എൻ്റെ 2 കുട്ടികളുടെയും ശരിക്കും അവരുടെ ഏറ്റവും ചെറുപ്പമുള്ള കാലങ്ങൾ ഞാൻ മിസ് ചെയ്തു. ഓക്കെ, അതിൽ ഈ മോനായിരുന്നപ്പോൾ അവൻ എൻ്റെ ഫസ്റ്റ് ഇതായിരുന്നു, ഞാൻ ഫ്ലൈയിങ് ആയിരുന്നു, കട്ടാരി ബാഗിലായിരുന്നു, കൊച്ചിയിലായിരുന്നു. അപ്പോൾ പലപ്പോഴും ഒരു ശനിയാഴ്ച ഞായറാഴ്ച ആയിരിക്കും നമ്മളൊരു ഗസ്റ്റിനൊക്കെ വീട്ടിൽ വിളിക്കുന്നത്. അന്നേരം ആയിരിക്കും നമുക്ക് ഒന്ന് ചെക്ക് ഫ്ലൈറ്റ്, നൈറ്റ് ഫ്ലൈയിങ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നത്. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് 2009 ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഒരിക്കൽ നടക്കാൻ പോകുമ്പോൾ അന്ന് ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ വന്ന ഒരു ഇതാണ്. മോള് പറഞ്ഞു, അന്ന് അച്ഛൻ ഫ്ലൈ ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും, അല്ല എനിക്കൊന്ന് വൈഫ് പറഞ്ഞു തന്നു, ഞങ്ങൾ ഫ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ അച്ഛൻ പോയിരിക്കുകയാണ്. അച്ഛൻ ഉള്ള വേണ്ടിയിരുന്ന വീട്ടിലെ ഈവനിങ്ങിൽ ആൾക്കാർ ഡിന്നർ കഴിക്കുന്നു, പക്ഷെ അച്ഛനില്ല അവിടെ. അപ്പം അന്നേരം നമുക്ക് മേളിൽ കൂടെ ഹെലികോപ്റ്റർ പറന്ന ശബ്ദം കേൾക്കാം. അന്നേരം അവർ പറയും, ഓ അച്ഛൻ ചിലപ്പോൾ അതിലായിരിക്കും, അല്ലെങ്കിൽ ഇതിലായിരിക്കും. അന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ദേ വർ നോട്ട്, എൻ്റെ ആബ്സെൻസിൽ അവർ സാഡ് അല്ലായിരുന്നു, എൻ്റെ ആബ്സെൻസിൽ അവർ പ്രൗഡായിരുന്നു. ഓക്കെ, അത് അങ്ങനെ കാണുകയാണെങ്കിൽ സന്തോഷമായിട്ട് കാര്യങ്ങൾ. I know. This is a beautiful world by itself. അതിനെക്കുറിച്ച് കുറേ സംസാരിക്കാനുണ്ട്, പക്ഷേ കഥകൾ തീരില്ല. But thanks for sparing the time, sir. And we'll continue the conversation at a later date with another topic for sure. Thanks so much for coming. Thank you very much. It was lovely talking to you. Bye-bye. Thank you. Thank you.